നമ്മുടെ ഈ പരിസരത്തുള്ള മുഴുവൻ ജനവിഭാഗങ്ങളെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല നിലയിൽ അവരോടുള്ള ബഹുമാനം പാലിച്ച് ഇവിടെ ജീവിക്കുന്നത് കാരണം പാരത്രിക ലോകത്ത് അവർ തണലേകുന്ന, അവരുടെ കൂടെ പോകാൻ, അവരോടൊപ്പം കഴിയാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും, നമ്മുടെ ഈ മജ്‌ലിസുമായി ഈ ഉറൂസുമായി ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും കഴിഞ്ഞ കാലത്ത് നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ മുഅ്മിനാത്തുകൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധരായ മഹാരഥന്മാരെ കൊണ്ട് വലയം ചെയ്യപ്പെട്ട പ്രദേശമാണ് നമ്മുടെ ഈ പരിസരങ്ങളൊക്കെ. കുറച്ചപ്പുറത്ത് പോയാൽ മഹദിയായ മണവാട്ടി ബീവി അവരുടെ മഖാമുണ്ട്. പരിസരങ്ങളിലേക്ക് എവിടെ പോയാലും മഹാരഥന്മാരുടെ മസാറുകളുണ്ട്. അത് നമുക്ക് വലിയ കാവലും വലിയ പ്രതീക്ഷയുമാണ്. ആമുഖമായ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരിഗണിച്ച് നമ്മെ പരിരക്ഷിക്കുകയും സഹായിക്കുകയും ദീനീ ഖിദ്മകൾക്ക് തൗഫീഖ് നൽകുകയും ആയുരാരോഗ്യം പ്രദാനം ചെയ്യുകയും ഉദ്ദേശങ്ങളൊക്കെ സഫലമാക്കി തരുകയും ചെയ്യും. അത് അവസാനിക്കുന്ന, അല്ലാഹു അതിന് മാറ്റം വരുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം മാറിപ്പോകരുത്. മഹത്തുക്കളെ പരിഗണിക്കുന്ന അവസ്ഥ മാറുമോ? തീർത്തും അങ്ങനെ മാറാൻ സാധ്യതയുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സൈനബ് ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചല്ലോ, അൻഹുലകു വഫീന സ്വാലിഹൂൻ, നല്ലവർ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കെ ഞങ്ങൾക്ക് നാശം വരുമോ നബിയെ? അല്ലാഹു പരിഗണിക്കാൻ ഉതകുന്ന നല്ല നല്ല മനുഷ്യന്മാർ, ആണാകട്ടെ പെണ്ണാകട്ടെ, ചെറിയവരാകട്ടെ വലിയവരാകട്ടെ, ഞങ്ങളുടെ കൂട്ടത്തിൽ അവർ കഴിയുമ്പോൾ ഞങ്ങൾക്ക് പരീക്ഷണം വരുമോ? തങ്ങൾ പറഞ്ഞു, നഅം, അതേ വരും. നല്ലവണ്ണം ശ്രദ്ധിച്ച് നമ്മൾ ജീവിക്കും. മഖാമും മസാറും ഇല്ലാത്തയിടത്ത് ഉള്ളതിനേക്കാൾ കരുതലോടെ ജീവിക്കണം. മഖ്ബറകൾ ഉള്ള നാട്ടിൽ ജീവിക്കുന്ന മുഅ്മിൻ മുഅ്മിനാത്തുകൾ, നാളെ അല്ലാഹുവിന്റെ ഹദ്റത്തിൽ ഈ മഹത്തുക്കൾ നമുക്ക് അനുകൂലമായി സാക്ഷികളാകണം. നമ്മൾ ഇവിടെ അവലംബമായി കരുതിയവർ അവിടെ എത്തുമ്പോൾ നമ്മെ വേർപിരിയരുത്. നിന്നെ ഞങ്ങൾക്ക് വേണ്ട എന്നവർ പറഞ്ഞ് നമ്മോട് മഅസ്സലാമ പറയുന്ന ദുഃഖകരമായ സാഹചര്യം ഉണ്ടാകരുത്. നല്ല കരുതലോടെ ശർഈയായ നിയമങ്ങൾ പാലിച്ച് കൃത്യനിഷ്ഠയോടെ കാര്യങ്ങൾ നിർവഹിച്ച് അതബോടെ ജീവിക്കുന്നവരാകണം. തങ്ങൾ പറഞ്ഞു, എപ്പോഴാണ് അല്ലാഹു പരിഗണന മാറ്റുന്നത്? നഅം, ഇദാ കസുറൽ ഖബസു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്ന ഹദീസിൽ കാണാം, നഅം ഇദാ കസുറൽ ഖബസു, ഉച്ചനീചത്വങ്ങൾ വർദ്ധിച്ചാൽ, അനാവശ്യങ്ങൾ പെറ്റുപെരുകിയാൽ, ഒരാളും അതിൽ പെടാത്ത രൂപത്തിൽ എല്ലാവരിലേക്കും സർവമായത് വ്യാപിച്ചു കഴിഞ്ഞാൽ നല്ലവരെ പരിഗണിക്കുന്ന പരിഗണന അല്ലാഹു തആല എടുത്തു മാറ്റും. പലരെയും പരിഗണിച്ചതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷകൾ എടുത്തു മാറ്റിയതുണ്ട്. വലിയ റഹ്മത്ത് അല്ലാഹു തആല ജനങ്ങൾക്ക് വിതരണം ചെയ്തതുണ്ട്. പക്ഷേ ഈ മഹാരഥന്മാര് മഹത്തുക്കൾ നമുക്ക് വലിയ കാവലാണ്. അവർ കാവലാളുകളായി നിലനിൽക്കുന്നതോടൊപ്പം നമ്മൾ അവരുടെ മദതും അവരുടെ സഹായവും ഒക്കെ കാക്ഷിക്കുകയും പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകുന്നതോടൊപ്പം നമ്മുടെ ജീവിതം അവരുടെ വഴിയിലായി വഴിത്താരയിലായി മുന്നോട്ട് പോകാതിരിക്കുമ്പോൾ പരീക്ഷണാർത്ഥം അല്ലാഹു തആല പരിഗണനകൾ ഉയർത്തിയാലോ?
അത് മഹാസങ്കടമായി മാറി വലിയ ദുരന്തവും ദുരിതവുമായി മാറി നാളിതുവരെ അനുഭവിച്ചതുപോലെയുള്ള ഒരു പ്രശ്നവും ആയിരിക്കില്ല. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് മഹത്തുക്കളുടെ ചാരത്ത് താമസിക്കുമ്പോൾ നല്ല ബഹുമാനത്തോടെ നല്ല ശിക്ഷണത്തോടെ അവരുടെ മേൽനോട്ടം നമുക്കുണ്ട് എന്ന ഉത്തമമായ ബോധത്തോടുകൂടെ നമ്മൾ ജീവിക്കണം. നാളെ അള്ളാഹുവിന്റെ ഹദ്റത്തിൽ ഈ ധർമ്മനഗർ നാട്ടുകാരെ അനുഗ്രഹീതരാകണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇവിടെ പൊയ്യത്ത് വെയിലും ഇന്നലെ ഞാൻ സംബന്ധിച്ച ഒളയത്തും അതുപോലെ തന്നെ ഒരുപാട് ഈ പരിസരങ്ങളിൽ ഹൈവേയുടെ പരിസരങ്ങളിൽ വ്യത്യസ്ത മഹാരഥന്മാർ സയ്യിദുമാർ അന്തിയുറങ്ങുന്നുണ്ട്. അവരുടെ കാവൽ അല്ലാഹു നമുക്ക് എല്ലാ കാലത്തും നൽകുമാറാകട്ടെ. അല്ലാഹു പരിഗണന മാറ്റിക്കളയുന്ന ഒരു അവസ്ഥ വരുന്നത് നമുക്ക് ആലോചിക്കാൻ വയ്യ. നമ്മിൽ നിന്നാകരുത്, നമ്മുടെ മക്കളിൽ നിന്നാകരുത് എന്ന നിഷ്ഠയോടുകൂടെ നമ്മുടെ ജീവിതം ക്രമീകരിക്കപ്പെടണം. ഉച്ചനീചത്വങ്ങൾ വർദ്ധിക്കുകയാണ്, സങ്കടങ്ങളാണ്. വർഷങ്ങൾ കൂടുന്തോറും അനാവശ്യങ്ങളുടെ പ്രായം കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ രേഖപ്പെടുത്തപ്പെട്ട മദ്യപാനത്തിന്റെ വയസ്സ് 9 ആകുന്നു എന്നത് സങ്കടകരമാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. കുട്ടിയെ കുറ്റം പറയാനില്ല. ആ കുട്ടിയെ സമീപിച്ചുകൊണ്ട് ബിസിനസ് നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് കുട്ടികളെ അവർക്ക് ചെറിയ ചില്ലറ കാശ് കാണുമ്പോൾ അതിന് സന്തോഷം തോന്നും. കുറെയൊക്കെ കഴിയുമ്പോൾ അതൊന്ന് രുചിക്കാനുള്ള മനസ്സ് തോന്നും. പിശാച് പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് തന്നെ അവന്റെ നന്മകൾക്ക് കത്തിവെച്ച് കളയും. അതിന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ വല്ലാതെ സങ്കടപ്പാടിലാണ്. 9 വയസ്സ് മദ്യപാനത്തിന് രേഖപ്പെടുത്തപ്പെടുമ്പോൾ സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കുമ്പോൾ എത്ര വലിയ ബേജാറാണ്. മയക്കുമരുന്നിനും അതുപോലത്തെ അനാവശ്യങ്ങൾക്കും പ്രായം കുറഞ്ഞു വരുമ്പോൾ കുറച്ചു കഴിഞ്ഞിട്ട് പ്രായം എത്രയേറെയായിട്ടും ഇതിനൊരു മാറ്റം സംഭവിക്കാതിരിക്കുമ്പോൾ ഈ ഹദീസ് ഇങ്ങനെ ആലോചിച്ച് നമ്മൾ പരിഭ്രമിക്കുകയാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് അതിനെ എതിർക്കുന്ന ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിൽ ഇന്നുണ്ട്. നല്ല ഉപ്പമാർ, നല്ല സഹോദരങ്ങൾ, നല്ല കുടുംബക്കാർ, നല്ല ഉമ്മമാർ, നല്ല പെങ്ങന്മാർ, നല്ല നേതൃത്വം, അവരൊക്കെ ഇടപെടാനുള്ളത് കൊണ്ടാണ് അൽഹംദുലില്ലാഹ് സന്തോഷം. ആർക്കും ഇടപെടാൻ കഴിയാത്ത പരിതസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കുഴഞ്ഞു മറിയുമ്പോൾ ആർക്കും പറയാൻ ചോയ്സ് ഇല്ലാതെ വരുമ്പോൾ പിന്നെ അവിടെ ആരും നിർദ്ദേശിക്കും. മുമ്പൊരു നാട്ടിൽ കുറച്ച് ആളുകൾ കൂടിയിട്ട് വീട്ടുകാരെല്ലാം രാത്രിയിൽ വരുന്ന കുടുംബങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് അവർ കിടന്നുറങ്ങി. 12-1 മണിയാകുമല്ലോ കല്യാണത്തിന്റെ തലേന്ന്. സ്വാഭാവികമായി ദൂരെ നിൽക്കുന്ന ആളുകൾ വരാനുണ്ട്. അവരുറങ്ങി രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടി കൊണ്ടുവന്നു വെച്ച, ഭക്ഷണം കഴിക്കാൻ കൊണ്ടുവന്നു വെച്ച മേശകളും കസേരകളും ഇടിച്ച് നിരപ്പാക്കിയിട്ടുണ്ട്. പൊട്ടിച്ചു കളഞ്ഞിട്ടുണ്ട് പല ഭാഗം. എത്രയോ ഫർണിച്ചറുകൾ നശിപ്പിച്ചിട്ടുണ്ട്. പൊതുവെ കല്യാണപ്പുരയിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാറില്ല. അവരിത് അന്വേഷിച്ച് പിടിച്ചു നോക്കുമ്പോൾ പുറം നാട്ടുകാരൊന്നും അല്ല, പരിസരങ്ങളിലുള്ള അവരുടെ കൂട്ടുകുടുംബാദികളിൽപ്പെട്ട സ്വന്തക്കാരിൽപ്പെട്ട ആളുകൾ തന്നെ. അവര് നന്നായി മദ്യപിച്ച് ലക്കുകെട്ട് വന്ന് എന്തോ ഒരു പ്രശ്നം പറഞ്ഞപ്പോൾ, തമ്മിലടിച്ചപ്പോൾ കസേര എടുത്ത് അടിച്ചു. മറ്റുള്ളവർ കസേര എടുത്ത് തടഞ്ഞു. അപ്പൊ തടഞ്ഞപ്പോൾ ഒരു കസേര മുറിയുമ്പോൾ അടുത്ത കസേര എടുക്കുന്നു, അതും മറ്റുള്ളവർ അടിക്കുമ്പോൾ അടുത്ത് എടുക്കുന്നു. അങ്ങനെ കുറെ എണ്ണം പൊട്ടിപ്പോയി. അവസാനം രക്ഷപ്പെടാൻ വേണ്ടി നിവർത്തി വെച്ച ടേബിളിന് മുകളിലൂടെ ചാടി നൃത്തം വെച്ച് ഓടിക്കളഞ്ഞപ്പോ അതും പൊട്ടിപ്പോയി. ഒരു ആക്ഷൻ കമ്മിറ്റി വിളിച്ച് ഇതിനൊരു പരിഹാരം കാണണം എന്ന നിലക്ക് നാട്ടിലെ കാരണവന്മാരെല്ലാവരെയും വിളിച്ച് ഒരു തീരുമാനമാകണമല്ലോ, അങ്ങനെ പോയാൽ പറ്റൂല. ഇനിയും ഇവിടെ ഒരുപാട് വിവാഹങ്ങൾ നടക്കാനില്ല.
തല മുതിർന്ന ഒരാൾ എണീറ്റ് മൈക്കിന്റെ മുന്നിൽ വന്ന് കാര്യം പറയാൻ ഒരുങ്ങുമ്പോ സദസ്യരിൽ നിന്ന് നല്ലൊരു ചെറുപ്പക്കാരൻ എണീറ്റ് പറഞ്ഞു, നിങ്ങൾക്കത് പറയാൻ ധാർമ്മികമായ അവകാശമില്ല, നിങ്ങളെ പേരക്കുട്ടിയും ആ കൂട്ടത്തിലുണ്ട്, നിങ്ങൾ അവിടെ ഇരിക്കുക. ഞങ്ങളെ ഉപദേശിക്കാൻ ധാർമ്മികമായി നിങ്ങൾക്ക് അവകാശമില്ല, നിങ്ങളുടെ പേരമകനും ഇന്നലെ പറഞ്ഞ വിഷയത്തിലുണ്ട്, നിങ്ങൾ അവിടെ ഇരുന്നോളൂ. പിന്നെ ഒരൊറ്റ ഉപ്പമാരും മൈക്കിന്റെ മുന്നിൽ വരുന്നില്ല. പിന്നെ ആരും മൈക്കിന് മുന്നിൽ വരുന്നില്ല. ആര് വരും? ഇതാ ഞാൻ പറഞ്ഞ ചോയ്സ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതൊക്കെ പറയാനും ഇതൊക്കെ അന്തസ്സോടുകൂടെ നിയന്ത്രിക്കാനും പറ്റുന്ന ഉത്തമ വിഭാഗം നടന്നു നീങ്ങിക്കഴിഞ്ഞാൽ കാര്യം ബേജാറാണ്. ഇപ്പോഴുള്ള തലമുറയെ നമ്മളിങ്ങനെ ഭരിച്ചുകൊണ്ട് നടക്കുന്നത് അവരെ പീഡിപ്പിക്കാനോ മർദ്ദിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ അല്ല, നല്ല വാസനകൾ അവരിൽ വളർന്നു തഴച്ചു വരാനാണ്. അള്ളാഹു നമ്മുടെ ബാല്യങ്ങളെയും ബാല്യക്കാരെയും കൗമാരക്കാരെയും നമ്മുടെ സുഹൃത്തുക്കളെയും അവന്റെ ത്വാഅത്തിലായി വളർത്തി തെരുമാറാകട്ടെ. നല്ല ചെറുപ്പക്കാർ, നല്ല യുവാക്കൾ, അന്തസ്സുള്ളവരുണ്ടെങ്കിൽ നാടിന് വലിയ അഭിമാനമാണ്. എല്ലാ പേക്കുത്തുകളും അങ്ങനെ അരങ്ങേറാൻ കഴിയില്ല. അവരുടെ ചെറുത്തുനിൽപ്പ് ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആരാണോ സാംസ്കാരിക പ്രവണതകളുമായി കൂടിക്കൂടി വരുന്നത് അവർ കെട്ടുകെട്ടേണ്ടി വരും. അത് ഈ സമൂഹത്തിന്റെ ഒരു നന്മയാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു വിഷയമാണ്. 1000 അല്ല, 2000 അല്ല, 10,000 അല്ല, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഹിദായത്തിന്റെ വെള്ളി വെളിച്ചം നൽകിയത് കൗമാരക്കാരായ 7 ചെറുപ്പക്കാരുടെ സുന്ദരമായ ധർമ്മബോധത്തിൽ അധിഷ്ഠിതമായ ജീവിതമാണ്. അവരുടെ ചരിത്രമാണ് ഓരോ വെള്ളിയാഴ്ചയും ഈമാനിന്റെ വർധനവിന് വേണ്ടി മുഅ്മിനാത്തുകൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. അസ്ഹാബുൽ കഹ്ഫ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അവര് ചെറുപ്പക്കാരാണ്. ഖുർആൻ മുഫസ്സിറുകൾ പറയുന്നു, മീശ കിളിർത്ത് വരുന്നേ ഉള്ളൂ, താടി വന്നിട്ടില്ല. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം. അവരെ റബ്ബിൽ അവർ വിശ്വാസമർപ്പിച്ചു. ആ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നല്ല കരുത്തുറപ്പോടെ നിന്നു. രാജാവ് വെട്ടിമുറിക്കുന്ന കോലം കാണിച്ചു കൊടുത്തപ്പോൾ വറബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ മനസ്സുകൾ നമ്മൾ ബന്ധിപ്പിച്ചു. ഏക ഭാഷയിൽ അവർ പറഞ്ഞു, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്. നിങ്ങളല്ല ഞങ്ങളുടെ അധിപൻ, നിങ്ങളല്ല ഞങ്ങളുടെ ആരാധ്യൻ, നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളുമല്ല ഞങ്ങളുടെ ആരാധ്യൻ. റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്. ഞങ്ങളുടെ റബ്ബ് ആകാശഭൂമികളുടെ അധിപനാണ്, ആകാശഭൂമികളുടെ പരിപാലകനാണ്. ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹാ. അല്ലാഹുവിനെ മാറ്റിവെച്ച് ഒരു ഇലാഹിനെയും ആരാധിക്കാൻ ഞങ്ങളില്ല. ഞങ്ങളതിനെ വിളിക്കരുത്, ഞങ്ങളെ ഒരിക്കലും അതിന് നിങ്ങൾ തുനിയരുത്. അവർ ഏകകണ്ഠമായി നല്ല കരുത്തുറപ്പോടെ പറഞ്ഞപ്പോ 7 സമ്പന്ന വിഭാഗത്തിൽപ്പെട്ട ജീവിക്കാൻ നല്ല വകുപ്പുള്ള പ്രമാണിമാരുടെ മക്കളാണ്. പക്ഷേ ധർമ്മബോധത്തിന്റെ ചിന്തയിൽ 7 പേരും കരുത്തോടെ മുന്നോട്ട് നീങ്ങിയപ്പോൾ അവരെ ശരീരത്തിന് അല്ലാഹു കൊടുത്ത കാവൽ എത്ര വലുതാണ്. 300 ചില്ലറ വർഷം ഒരു ഗുഹയുടെ ഉള്ളിൽ അവർ താമസിച്ചിട്ട് ഒരിക്കൽ പോലും അവരെ ശരീരത്തിൽ മഴയോ വെയിലോ അല്ലാഹു കൊള്ളിച്ചിട്ടില്ല. എന്തൊരു സുന്ദരമായിട്ടാണ് അല്ലാഹു അവർക്ക് ഉറക്കം കൊടുത്തത്. വലത്തോട്ടും ഇടത്തോട്ടും നമ്മൾ അവരെങ്ങനെ മാറ്റിമറിക്കും. സുന്ദരമായിട്ടല്ലേ അവരവിടെ കിടന്നുറങ്ങിയത്. 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം അവർ ഉയർത്തെഴുന്നേറ്റപ്പോ അല്ലാഹു അവർക്കൊരു ഉറക്കത്തിൽ നിന്ന് സന്തോഷം കൊടുത്തപ്പോ ഭീതി അങ്ങ് മാറ്റിക്കൊടുത്തവർ പുനരുദ്ധാരണ രൂപത്തിൽ പുറത്തു വന്നപ്പോ അന്നവിടെ രാജ്യം ഭരിക്കുന്ന രാജാവിനുണ്ടായ ആശങ്ക വിശ്വാസരംഗത്തുള്ള വൈകല്യമാണ്. വിശ്വാസരംഗത്ത് കർമ്മധീരതയോടെ കർമ്മകുശലതയോടെ മുന്നേറിയ ചെറുപ്പക്കാരെ കൊണ്ട് അല്ലാഹു ഭൂമിക്ക് നൽകുന്ന നന്മ. ആ രാജാവ് അനുയായികളെ വിളിച്ചിട്ട് പറഞ്ഞു, ജനങ്ങളെ
പുനർജീവിതത്തെ പറ്റിയല്ലേ നിങ്ങൾക്ക് ആശങ്കയുള്ളത്? ഇതാ നോക്കൂ, 300 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് ജീവിച്ചു മറഞ്ഞവരാണ്. ഇവരിതാ എഴുന്നേറ്റിരിക്കുന്നു, ഇവരിതാ പുറത്തു വന്നിരിക്കുന്നു. നിങ്ങളൊക്കെ കാണൂ, പുനർജീവിതമുണ്ടെന്ന് വിശ്വസിക്കൂ. എത്ര ആയിരം ആളുകളാ വിശ്വസിച്ചത്? 10,000 അല്ല, 20,000 അല്ല. രാജാവിന്റെ പിന്നാലെ വന്ന ആളുകളൊക്കെ വിശ്വസിച്ചപ്പോ രാജാവ് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ, ഞാൻ നിന്നോടൊരു ദൃഷ്ടാന്തം ചോദിക്കുകയായിരുന്നു, നീ എനിക്ക് വലിയൊരു ദൃഷ്ടാന്തം കാണിച്ചു തന്നല്ലോ. ഈ മഹത്തുക്കളുടെ ജീവിതമാണ് അതിന് കാരണമായത്. എന്തേ അതിന്റെ കാരണമെന്നറിയുമോ? യൗവനത്തിൽ നല്ല തിളതിളപ്പുള്ള അവസ്ഥയിൽ ധാർമ്മിക ബോധമുള്ള ആചാരവുമായി സുന്ദരമായ വിശ്വാസവുമായി മുന്നിട്ടിറങ്ങിയപ്പോ ഒരു രാജാവിന്റെ ഭീഷണിയും വകവെക്കാതെ, ഒരു കുടുംബത്തിന്റെ അന്വേഷണത്തിലും വഴിമുട്ടി നിൽക്കാതെ അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങിയപ്പോ റബ്ബ് തആല ഡയറക്റ്റായി കൊടുത്ത സംരക്ഷണമാണ്. ആ സംരക്ഷണത്തിൽ നിന്ന് അവരെ മാറ്റിക്കളയാനോ അവർക്ക് എന്തെങ്കിലും പരിക്കേൽപ്പിക്കാനോ ലോകത്തൊരാൾക്കും കഴിഞ്ഞിട്ടില്ല എന്നു മാത്രമല്ല, അവരെ ചരിതം അല്ലാഹു തആല വലിയൊരു പാഠമാക്കി ലോക ജനതക്ക് മുമ്പ് എക്കാലത്തും വരച്ചിട്ട് കൊടുത്തു. ധാർമ്മിക അന്തരീക്ഷം മഹത്തുക്കളുടെ മേൽനോട്ടത്തിൽ നാട്ടിൽ നിലനിൽക്കണം. ഒരിക്കലും അതിൽ നിന്ന് അപജയങ്ങൾ സംഭവിച്ചു പോകരുത്. അത് വല്ലാത്ത വിഷമമാണ്. അങ്ങനത്തെ ഒരു സാമ്പ്രദായികമായ അവസ്ഥ വന്നു കഴിഞ്ഞാൽ മഹത്തുക്കളുടെ മേൽവിലാസത്തിൽ നമുക്കുള്ള പരിഗണന അവസാനിച്ചു പോകും. ആമുഖമായി ഞാൻ സൂചിപ്പിച്ചതാണ്, മഹാന്മാരുടെ മദദ് അല്ലാഹു ദായിമാക്കി തരട്ടെ. വലിയ കാവലാണ് അവരെ കൊണ്ട്, ചെറിയ കാവലല്ല. അവരുടെ കാവല് നിതാന്തമായി അല്ലാഹു നിത്യമാക്കി തരട്ടെ. ഓടിച്ചെല്ലാനുള്ള വലിയ വസീലകളാണ്. വിഷമഘട്ടത്തിൽ മാത്രമല്ല, നമ്മുടെ ഖൽബുണരാൻ, നമ്മുടെ മനസ്സുണരാൻ അവരിലേക്കൊരു ഫാത്തിഹ, അവർക്കൊരു സിയാറത്ത്, ഇതുവഴി അങ്ങ് പോകുമ്പോ ഒരു സലാം, ഒരു മിനിറ്റ് വേണ്ട ഇറങ്ങിയൊരു സലാം പറയാൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയാണ് സിയാറത്ത് ചെയ്തത്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ അടുത്ത് വരുന്ന എല്ലാ രാത്രിയിലും ആദ്യഘട്ടത്തിൽ 9 രാത്രികളിൽ ഒരു രാത്രി ആയിഷ ബീവിക്കാണ്. പിന്നീട് അതിന്റെ രൂപം മാറി. കുറച്ചു കഴിഞ്ഞപ്പോ ബീവി സൗദ റളിയല്ലാഹു അൻഹ നബി തങ്ങൾക്ക് വലിയൊരു ധർമ്മം നൽകി. ലോകത്ത് നമ്മുടെ നാട്ടിലൊരു പെണ്ണും അങ്ങനത്തെ ഒരു ധർമ്മം കൊടുത്തിട്ടുണ്ടാകൂല. എന്താ ധർമ്മമെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ പ്രായമുള്ള ഒരു പെണ്ണാണല്ലോ, എന്റെ അടുത്തേക്ക് വരുന്ന ദിവസം രാത്രി തങ്ങൾക്ക് വേണ്ടി ആ ദിവസം ഞാൻ ആയിഷ ബീവിക്ക് വിട്ടു തന്നു നബിയെ. പകല് മാത്രം ഒന്ന് വന്നു പോയാൽ മതി. നമ്മളെ നാട്ടിലെ 2ാം ഭാര്യ പറയോ, അല്ലെങ്കിൽ 3ാം ഭാര്യ? അതൊന്നും തരില്ല, എന്റെ അടുത്തേക്ക് വരുന്ന നിങ്ങോട്ട് തന്നെ വരണോ. കാഫിയത്ത് ഉണ്ടായാലും ശരി, ആഫിയത്തില്ലെങ്കിലും ശരി, ഇവിടെ തന്നെ വരണം. അത് മറ്റെവിടെയും പോകാൻ പാടില്ല. സൗദ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, പകല് തങ്ങളൊന്ന് വന്നാൽ മതി, എനിക്കൊന്ന് സംസാരിക്കാനും കുറച്ചു നേരം ഒന്ന് ഖിദ്മത്തെടുക്കാനും ഇവിടെ ഒന്ന് ഭക്ഷണം കഴിക്കാനും. അൽഹംദുലില്ലാഹ്, സന്തോഷം. രാത്രി തങ്ങൾ ആയിഷ ബീവിന്റെ അടുത്ത് തന്നെ കൂടിക്കോടി. അപ്പൊ ആയിഷ ബീവിക്ക് 9-ൽ 2 ദിവസമായി. ആദ്യം 9-ൽ 1 ദിവസമായി. മഹദി പറയുന്നു, എന്റെ അടുത്തേക്ക് വരുന്ന എല്ലാ ദിവസവും രാത്രി അത്തായത്തിന്റെ സമയമായി കഴിഞ്ഞാൽ തങ്ങൾ പുറപ്പെടും. മദീനയിലെ മഹത്തുക്കൾ, ലോകത്തെ ഏറ്റവും വലിയ ഔലിയാ അന്തിയുറങ്ങുന്ന ജന്നത്തുൽ ബഖീലേക്ക് അവിടെ ചെല്ലും. അവിടെ ചെന്നിട്ട് തങ്ങൾ ദുആ ചെയ്യും, അല്ലാഹുമ്മ ഗ്ഫിർ ലി അഹ്ലി ബഖീൽ ഗർഖദ്. ഈ ബഖീൽ താമസിക്കുന്ന അന്തിയുറങ്ങുന്ന മുഴുവൻ ആളുകൾക്കും പൊറുക്കുക അല്ലാഹ്. അങ്ങനെ മാത്രമല്ല ദുആ ചെയ്യുന്നത് അവർക്ക് വേണ്ടി മാത്രമല്ല, അസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. ഖബർസ്ഥാനിൽ വന്നിട്ട് നിങ്ങൾ ദ്വാർക്കുന്നത് ഖബറാളികൾക്ക് മാത്രമല്ല, നിങ്ങൾക്കും നമുക്കും അല്ലാഹുവിനോട് ഞാൻ സുഖം ചോദിക്കുന്നു. ഒരു ദുആ അങ്ങനെയാണെങ്കിൽ മറ്റൊരു ദുആ, ഇർഹമില്ലാഹുമ്മൽ മുസ്തഖ്ദിമീന മിന്നാ വൽ മുസ്തഖിരീൻ.
നമ്മിൽ മുമ്പേ നടന്നവർക്കും പിന്നിൽ വരാനിരിക്കുന്നവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന അർത്ഥത്തിലും പ്രാർത്ഥന നടത്താറുണ്ട്. ഒരുപാട് പ്രാർത്ഥനാ വചനങ്ങളുണ്ട്. എപ്പോഴാ പ്രാർത്ഥിക്കാൻ പോകുന്നത്? ആഖിറുൽ ലൈലിലാണ്. രാത്രിയുടെ അവസാന യാമങ്ങളിൽ ജന്നത്തുൽ ബഖീൽ പോയി ദുആ ചെയ്യുകയാണ്. അത് വലിയൊരു ബന്ധമാണ്. അതുപോലെ നമുക്കും ബന്ധം പുലർത്താൻ അല്ലാഹു തന്നൊരു അനുഗ്രഹമാണ്. വെറുതെയാക്കരുത്, വെറുതെ പോകരുത്. ഒരുപാട് നന്മകൾ ഹ്രസ്വകാല ജീവിതത്തിൽ മഹത്തുക്കളുമായി ബന്ധപ്പെട്ട് നേടിയെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇരിക്കട്ടെ സഹോദരന്മാരെ, നമ്മുടെ വൈവാഹിക ജീവിതം, ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നു. എമ്പാടും പറയാനുണ്ട്. സമയബന്ധിതമായി ഇൻഷാ അല്ലാഹ് അല്പം ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തും. വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കാത്തവർക്ക്, പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവരോട്, അവരോട് ആദ്യം ഒന്ന് പറയട്ടെ, വിവാഹം ചെയ്തവരോട് രണ്ടാമതും പറയാം. വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കാത്തു കഴിയുന്ന സഹോദരങ്ങൾ, സഹോദരിമാര്, നിങ്ങളുടെ ജീവിതം സന്തോഷകരമാകണോ? ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രപ്പോസ്ഡ് ജീവിതവും ഇനി വരാനിരിക്കുന്നതും സമ്പൂർണമായ പൊരുത്തത്തിലാകണോ? രണ്ടെണ്ണമാണ് പ്രധാനമായും നിങ്ങൾ അന്വേഷിക്കേണ്ടത്. എന്താണത്? നിങ്ങൾ അന്വേഷിക്കുന്നവർ ആണാകട്ടെ പെണ്ണാകട്ടെ, അവർക്ക് രണ്ട് സ്വഭാവങ്ങൾ നിയലിച്ചു നിൽക്കണം എപ്പോഴും. ഒന്നാമതായി ദീനാണ്. ദീന് നന്നായി ഉണ്ടാകണം. ദീനുണ്ടെങ്കിലേ സ്നേഹസമ്പൂർണമായ ജീവിതം സാധ്യമാകൂ. രണ്ടാമത്തത് ഖുലുഖാണ്, സ്വഭാവമാണ്. അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ ജാഅകും മൻ തർലൗന ദീനഹു വഖുലുഖഹു, ദീനും ഖുലുഖും പൊരുത്തപ്പെടുന്ന ആളുകൾ വന്ന് വിവാഹം അന്വേഷിച്ചാൽ ഫസവ്വിജൂഹു, കെട്ടിച്ചു കൊടുക്കണം. ചൊറുക്ക് അതിനെ വെല്ലുന്നതാണ് ദീന്. സമ്പത്ത് അതിനെ വെല്ലുന്നതാണ് ദീന്. സൗകര്യങ്ങൾ അതിനെ വെല്ലുന്നതാണ് ദീന്. ഇദാ ജാഅകും മൻ തർലൗന ദീനഹു വഖുലുഖഹു, ദീനും ഖുലുഖും പൊരുത്തപ്പെടുന്ന ആളുകൾ വന്നാൽ നല്ല ദീനാണ് ആൾ. ആ കുട്ടി നല്ല ദീനിയാണ്, ആ കുട്ടി നല്ല സ്വഭാവക്കാരിയാണ്. ഫസവ്വിജൂഹു, നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം. അല്ലെങ്കിലോ, ഹദീസിന്റെ ബാക്കി കൂടി കേൾക്കി, അല്ലെങ്കിലോ വഇല്ലാ തഫ്അലൂഹു, നിങ്ങളങ്ങനെ ചെയ്യാത്ത പക്ഷം, ദീനും ഖുലുഖൊന്നും അല്ല നിങ്ങൾ മെജോറിറ്റിയായി കണ്ടത്. അങ്ങനെയുണ്ട്. ജീവിക്കാൻ നല്ല ഒപ്പൊക്കെ ഉണ്ടോ? ആ, അത്യാവശ്യമുണ്ട്. കുടുംബം എങ്ങനെ? വലിയ കുടുംബാണ്. ഓ, വലിയ കുടുംബം. നമ്മളാരെങ്കിലും നമ്മളും കൂടി നോക്കാനൊക്കെ അവർക്ക് ഒപ്പുണ്ടാകുമോ? ഉണ്ടാകും. അങ്ങനെയുള്ള പലതും മാത്രം നിങ്ങൾ ലാക്കാക്കിക്കൊണ്ട് വിവാഹം ചെയ്തു കൊടുത്താൽ തക്കും ഫിത്നത്തും ഫിൽ അർളി വഫസാദും കബീർ, ഭൂമിയിൽ വലിയ പരീക്ഷണം ഉണ്ടാകും, വലിയ കുഴപ്പമുണ്ടാകും. എന്താണ് ആ കുഴപ്പം? അതുമാത്രം ലാക്കാക്കുമ്പോൾ ഒരുപക്ഷേ കണ്ണിൽ കാണുന്നതൊക്കെ സന്തോഷമായി തോന്നിയിട്ട് ദീന് വരെ കൈവച്ച് പലരും പോയ കഥയുണ്ടാകും. കാരണം ഇതിനേക്കാളും സൗകര്യം മറ്റൊരു ഭാഗത്ത് കണ്ടിട്ടുണ്ട്. ഇതിനേക്കാളും സൗന്ദര്യമുള്ള മറ്റൊരാൾ വിളിക്കുന്നുണ്ട്, ഞാൻ എന്തിന് ഇയാളെ കൂടെ കഴിയണം? അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം ദീനിന്റെ കുറവാണ്. ഇവളെ എന്തിന് ഞാൻ ഇങ്ങനെ പൊറുപ്പിച്ചു നിൽക്കണം? ഇതിനേക്കാളും സൗകര്യമുള്ള എത്രയുണ്ട്. ഒന്ന് മറുകണ്ഠം ചാടട്ടെ എന്ന് ചിന്തിക്കുന്നത് ദീനില്ലാത്തത് കൊണ്ടാണ്. ദീനും ഖുലുഖും ഇല്ലെങ്കിൽ തകും ഫിത്നത്തും ഫിൽ അർളി വഫസാദും കബീർ. നല്ല ദീനുള്ള കുട്ടിയെ, പെൺകുട്ടിയെ, ദീനില്ലാത്തവന് കുഫുവക്കോ സഹോദരങ്ങളെ. ഫത്ഹുൽ മുഈനിൽ പറഞ്ഞില്ലേ, വലാ യുകാഫിയു മുബ്തദിഉൻ സുന്നിയതൻ, ബിദ്അത്തുകാരൻ സുന്നിയത്തിന് കുഫുവക്കൂല. ഒരു സുന്നി പെൺകുട്ടിക്ക് ബിദ്അത്തുകാരൻ കുഫുവക്കൂല. എന്തേ കാരണം? ആ പെൺകുട്ടിയുടെ ദീന് കുറച്ചു കാലം കൊണ്ട് പറിച്ച് വലിച്ചെറിയും. കുറച്ചു കാലൊക്കെ അങ്ങനെ അങ്ങോട്ട് നിൽക്കും, ഒന്ന് സെറ്റപ്പായി ഇങ്ങോട്ട് വരാൻ. പിന്നെ എന്നെ ആശ്രയിക്കാതെ അവൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല.
നമുക്കറിയില്ലെന്ന് തോന്നുമ്പോ അവരുടെ വിശ്വാസ രംഗത്തുള്ള വിശുദ്ധിയും കർമ്മരംഗത്തുള്ള ആദർശ ശുദ്ധിയും പറിച്ചു നട്ടുകൊണ്ടൊരു പക്ഷേ അത് വലിച്ചെറിയും. ഘട്ടം ഘട്ടമായി അവളിൽ ബിദഅത്ത് രൂക്ഷമായി മുളപൊട്ടും. പിന്നെ അവനെക്കാളും കൂടുതൽ ബിദഅത്തിൽ സ്ട്രോങ് അവളായിരിക്കും. പിന്നെ ആ കുടുംബം മൊത്തം ആ ഒരു രീതിയിൽ പോകും. നമ്മൾ കാണുന്ന കാഴ്ചയല്ലേ. അതുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം പറയുന്നത്, തെരഞ്ഞെടുക്കേണ്ടത്, സെലക്ഷൻ നടത്തേണ്ടത് അവിടെയാണ്. മുൻഗാമികളൊക്കെ സെലക്ട് ചെയ്തത് അങ്ങനെയാണ്. അവർക്ക് അധികാരത്തിന്റെ പവർ നോക്കിയിട്ട് അവർ കെട്ടിച്ചു കൊടുത്തിട്ടില്ല. മദീനത്തെ പള്ളിയിൽ വർഷങ്ങളോളം ദർസ് നടത്തിയ താബീങ്ങളിൽ പ്രഗൽഭനാണ് സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു. ആ സഈദ് ഇബ്നുൽ മുസയ്യബ് തങ്ങളെ മകളെ കെട്ടിച്ചു തരുമോ എന്ന് അന്ന് രാജ്യം ഭരിക്കുന്ന രാജാവ് തന്റെ മകന് വേണ്ടി, ആരാ രാജ്യം ഭരിക്കുന്നത്? അബ്ദുൽ മലിക്കാണ്. അബ്ദുൽ മലിക് തന്റെ മകൻ വലീദിന് വേണ്ടി സഈദ് ഇബ്നുൽ മുസയ്യബ് തങ്ങളാകുന്ന വലിയ പണ്ഡിതന്റെ മോളെ കെട്ടിച്ചു തരാൻ അഭ്യർത്ഥിച്ചു. സഈദ് ഇബ്നുൽ മുസയ്യബ് തങ്ങൾ പറഞ്ഞു, വേണ്ടേ വേണ്ട, എന്റെ മകള് നല്ല ദീനും ഖുലുഖുമുള്ള മോളാണ്. എന്റെ മകൾ യജമാനനായ റബ്ബിനനുസരിച്ച് ജീവിക്കുന്ന മോളാണ്. രാജസന്നിധിയിലും കൊട്ടാരത്തിലും എന്റെ മകൾ ചെന്നാൽ യഥാർത്ഥ രാജാവിനെ മറന്നു പോകുമോ? യഥാർത്ഥ രാജാവിന്റെ ചിന്ത തന്നെ എന്റെ മകളുടെ മനോമുകുരത്തിൽ നിന്ന് അവസാനിക്കുമോ? കെട്ടിച്ച് തരാത്തതിന്റെ പേരിൽ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ക്രൂശിച്ചു. അടിച്ചിട്ട് ശരീരത്തിൽ നിന്ന് തോല് പൊട്ടിപ്പോയി, രക്തം വാർന്നൊലിച്ചു. സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങൾ പറഞ്ഞു, ഇല്ല, കെട്ടിച്ചു തരില്ല, കെട്ടിച്ചു തരില്ല. കാരണം അത് ഒക്കൂല, അതന്നെ ഒക്കാത്തത് ഒക്കൂല, അതുകൊണ്ട് കെട്ടിച്ചു തരില്ല. അവസാനം സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു തന്റെ ദർസിൽ ഉണ്ടായിരുന്ന ഒരു മുതഅല്ലിം അബൂവിദാ റളിയല്ലാഹു അൻഹു എന്ന പേരുള്ള മഹാൻ, ആ മഹാനുഭാവൻ ദർസിൽ വരാതെ കുറച്ച് ദിവസം നീണ്ടുപോയപ്പോ ഉസ്താദ് അന്വേഷിച്ചു, എവിടെയാണ് അബൂവിദാ? പലരും പറഞ്ഞു, ഉസ്താദേ, അദ്ദേഹത്തിന്റെ ഭാര്യക്ക് സുഖമില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് ആ കുട്ടി വന്നു, ദർസിൽ വന്നു. എവിടെ, നിങ്ങൾ എന്തേ ദർസിൽ വരാൻ വൈകിയത്? കല്യാണം കഴിച്ചോളും ദർസിലുണ്ട് എന്ന് കൂട്ടത്തിൽ മനസ്സിലാകുന്നില്ലേ? അബൂവിദാ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, എന്റെ ഭാര്യക്ക് സുഖമില്ലാതെ ഞാൻ വിഷമത്തിലായിരുന്നു. കുറച്ച് ദിവസം മുമ്പ് ഭാര്യ മരണപ്പെട്ടുപോയി, അതുകൊണ്ട് ദർസിൽ വരാൻ വൈകിയതാണ്. മോനെ, നിനക്കിനി ഒരു വിവാഹം വേണ്ടേ? ആ ശിഷ്യൻ പറയുന്നു, ഞാനൊരു പാവമാണ് ഉസ്താദേ, ഒരു മഹർ വാങ്ങിക്കൊടുക്കാൻ 2 ദിർഹമിന് പോലും എന്റെ കയ്യിൽ വകുപ്പില്ലാത്ത ആള് ഞാൻ. എനിക്കാര് വിവാഹം ചെയ്തു തരാനാ? മുന്നോട്ടിരിക്കുമോനെ. ദർസിൽ വന്ന മുതഅല്ലിമീങ്ങളെ സാക്ഷിയാക്കി നാട്ടുകാരെ ബന്ധുക്കളെ വിളിച്ചുണർത്തിയിട്ട് മദീനത്തെ പള്ളിയിൽ നിക്കാഹ് നടക്കുന്നു. സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങൾ തന്റെ ദീനിയായ പെൺകുട്ടിയെ, രാജാവിന്റെ മകനെ കൊണ്ട് ചോദിച്ചിരുന്ന പെൺകുട്ടിയെ, തന്റെ അരുമ ശിഷ്യനായ വിവാഹം ചെയ്തിട്ട് 1ാമത്തെ ഭാര്യ മരണപ്പെട്ടു പോയ ശിഷ്യന് വിവാഹം ചെയ്തു കൊടുക്കുന്നു. എല്ലാവരും കാണുന്നൊരു കാഴ്ച. നിങ്ങൾ നോക്ക്, ആ മഹാനുഭാവൻ എന്തൊരു പീഡനമാണ് അനുഭവിച്ചത്. മകളെ കെട്ടിച്ചു തരിക എന്ന് പറഞ്ഞപ്പോ രാജാവിന്റെ ഹുങ്കും കഴിവും ഉപയോഗിച്ചുകൊണ്ട് മഹാനവറുകളെ പീഡിപ്പിച്ചു. 1 ഇഞ്ച് അതിൽ നിന്ന് മാറിയില്ല. ഇല്ലല്ല, കെട്ടിച്ചു തരാൻ പറ്റില്ല. കാരണം അത് സംഗതി ബാത്തിലായി പോകും. തക്കും ഫിത്നത്തും ഫിൽ അർളി വഫസാദുൻ കബീർ, സംഭവിച്ചു പോകും. ഇത്ര സംഭവിക്കുന്നത് നമ്മൾ കാണുന്നതാണ് വർത്തമാന യുഗത്തിൽ. ഏറ്റവും കൂടുതൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, അതുകൊണ്ടാണ് ഉപ്പമാരും ഉമ്മമാരൊക്കെ നേരത്തെ ചാറ്റിംഗ് നടത്തിയിട്ട് അവിടെ ഇവിടെ പോയി വീഴണ്ടെന്ന് പറയുന്നത്. കാരണം നീ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നീ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്നും വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു 5 പൈസന്റെ വിവരമില്ലാത്ത, ദീനില്ലാത്തൊരു സാധനമായിരിക്കും. അതിനെയും പേറിക്കൊണ്ട് നിന്റെ ദുനിയാവും നഷ്ടപ്പെടും, ആഖിറവും പോകും. എന്തിനാണിത്? കാണാൻ കുറച്ചൊക്കെ ഒരു ഫേസ് കട്ട് ഉണ്ടാകും, കണ്ണാടിയിലൊക്കെ നോക്കിയൊരു മട്ടുണ്ടാകും, അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ?
കാരണം ഇത് കാലകാലത്തേക്കുള്ള ഒരു ജീവിതത്തിന് വേണ്ടി അള്ളാഹു തരുന്ന ഒരു ഒരുക്കമാണ്. പരലോക ജീവിതത്തിന്റെ സുഖത്തിന് വേണ്ടി അള്ളാഹു ഇവിടെ നിശ്ചയിക്കുന്ന ഒരു വിഷയമാണ് വിവാഹ ജീവിതം. അത് ഉല്ലസിക്കാൻ മാത്രമുള്ളതല്ല, ഉല്ലാസം അതിലുണ്ട്. പരിധിയും പരിമിതിക്കും ഉള്ളിൽ നിന്നുകൊണ്ട് അതിലപ്പുറം പരലോക ജീവിതം കെട്ടിപ്പടുക്കാൻ അള്ളാഹു തരുന്നൊരു സഹായമാണ്. അള്ളാഹു അതിന് തരുന്നൊരു സബബാണ്. അപ്പൊ അതിന് പറ്റുന്നത് വേണം, അതിനൊക്കുന്നത് വേണം. അപ്പോഴേ അത് കെട്ടിപ്പടുക്കാൻ കഴിയൂ. ദീനും ഖുലുഖില്ലാത്തത് പരലോക ജീവിതം തരൂല, ദുനിയാവ് തന്നെ നശിപ്പിച്ചു കളയും. ഒരുപക്ഷെ അവളുടെ വല്ല ആവശ്യങ്ങൾക്കും നിന്ന് കൊടുത്തില്ലെങ്കിൽ നല്ലവനാൽ നിന്റെ കഴുത്തിൽ അവർ കത്തിവെച്ച് കളയും. എത്ര എണ്ണമാണ് ഓരോ ദിവസവും കത്തിവെക്കുന്നത്. ഇന്നലെയും നമ്മൾ വായിച്ചില്ലേ, സങ്കടത്തോടെ വായിച്ചില്ലേ, ചെറിയ കുട്ടിയെ കൊല്ലാകൊല നടത്തിയത്. വാർത്ത എന്താകട്ടെ, എന്തൊരു സങ്കടമാണത് വായിക്കുമ്പോൾ. ഇങ്ങനെയാ സഹോദരങ്ങളെ നൊന്തുപറ്റ മാതാവിന്റെ മനസ്സിൽ നിന്ന് റഹ്മത്തും റഫത്തും എടുത്തു മാറ്റപ്പെടുക. പ്രയാസങ്ങൾ സഹിച്ച് ഗർഭം ധരിച്ച് നോവനുഭവിച്ച് പ്രസവിച്ച് വർഷം 2 തികയുന്നതിന് മുമ്പ് ആ പിഞ്ചു പൈതലിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എങ്ങനെയാണ് കൊല്ലാൻ തോന്നുക? അവിടെയും വില്ലനായി വർത്തിക്കുന്നത് കാമുകൻ എന്നല്ലേ റിപ്പോർട്ടിൽ പറയുന്നത്. അല്ലാഹു അലം. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഉപ്പമാർ അന്വേഷിക്കുമ്പോൾ ആ അന്വേഷണത്തിൽ ചെറുപ്പക്കാരികൾ നിന്ന് കൊടുക്കണം. ഉപ്പാ ഉമ്മ, നിങ്ങൾ എനിക്ക് അന്വേഷിച്ചിട്ട് ബുദ്ധിമുട്ടാകേണ്ടതില്ല. ഞാൻ നേരത്തെ പ്രപ്പോസൽ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ അന്വേഷിക്കുന്നതിന്റെ 4 വർഷം മുമ്പ് ബാപ്പാക്കും ഉമ്മാക്കും സമ്മതം മൂളിയിട്ട് നാട്ടുകാരൊക്കെ പറഞ്ഞിട്ട് അവസാനം നിക്കാഹ് നടന്നു. നിക്കാഹ് നടന്നൊരു വർഷമാകുമ്പോഴേക്ക് അവളതാ വീട്ടിൽ നിന്ന് രാത്രിയിൽ ഇറങ്ങിപ്പോയി. ഫിത്നയും ഫസാദും കണ്ടോ നിങ്ങൾ? 2 വർഷം മറ്റൊരുത്തന്റെ കൂടെ ജീവിച്ചു. അവന് ദീനുമില്ല, ഖുലുഖുമില്ല. ചിലപ്പോൾ ഇസ്ലാം തന്നെ ഇല്ല, ഇസ്ലാമിന്റെ വ്യക്തമായ വിരോധിയാണ്. പിന്നെ നല്ല പെൺകുട്ടിയെ കാണുന്നത് അഴുക്ക് ചാലിലാണ്, ഓവുചാലിലാണ്. ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞുപോയി, ജീവിതം തുലഞ്ഞുപോയി. ദീനും ഖുലുഖും ഉള്ളതിനെ ബാപ്പയും ഉമ്മയും സെലക്ട് ചെയ്ത് മുന്നോട്ട് വെച്ച് തന്നിട്ട് സ്വീകരിക്കാതിരിക്കുമ്പോ വഇല്ലാ തഫ്അലൂഹു തകും ഫിത്നതുൻ ഫിൽ അർളി വഫസാദുൻ കബീർ. വലിയ ഫിത്നയും വലിയ ഫസാദുമാണ് ലോകത്തുണ്ടാകുന്നത്. നിങ്ങൾ നോക്ക്, സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ചോദിച്ചിരുന്ന വലീദല്ലേ, വലീദിന്റെ അവസ്ഥ എന്തായി പിൽക്കാലത്ത്? വെറുതെയാണോ മാനവറുകൾ കെട്ടിക്കൊടുക്കാതിരുന്നത്? ആ വലീദാണ് ഈ രാജ്യം ഭരിച്ചിരുന്ന രാജാവിന്റെ മകനായ വലീദാണ്. പിന്നീട് പരിശുദ്ധമായ കഅബത്തുൽ മുശറഫയുടെ മേലെ കയറിയിട്ട് അധികാരത്തിന്റെ ഹുങ്ക് ഉപയോഗിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ ഉയർത്തിപ്പിടിച്ച് ഖുർആനോട് ചോദിക്കുന്നത് അതൂഇദു കുല്ല ജബ്ബാരിൻ അനീദി വഹാനദാക ജബ്ബാറുൻ അനീദു. ഖുർആനോട് ചോദിക്ക, നീ പോക്കിരിമാരെയും ധിക്കാരിയൊക്കെ ഭീഷണിപ്പെടുത്തുക? എന്നാ പോക്കിരിയും ധിക്കാരിയൊക്കെ ഞാനാണ് നീ പറഞ്ഞോ? നീ അങ്ങ് പറഞ്ഞേക്ക്, പോക്കിരിയും ധിക്കാരിയൊക്കെ ഞാനാണ്. നീ നിന്റെ റബ്ബിന്റെ അടുത്തേക്ക് പോകുന്ന ഒരു ദിവസമില്ലേ? ഖുർആൻ കയ്യിൽ പിടിച്ചവൻ പറയുകയാണ്, വലീദ്, ഈ വലീദിന് വേണ്ടിയാണ് മകളെ കല്യാണം കഴിച്ചു തരുമെന്ന് വാപ്പ ചോദിക്കുന്നത്. ആ വലീദ് ഖുർആൻ പിച്ചി ചീന്തിയിട്ട് പറയാണ്, റബ്ബിന്റെ അടുത്തേക്ക് നീ പോകുമ്പോ റബ്ബ് നിന്നോട് ചോദിക്കാണ്, ആരാ നിന്നെ ഇങ്ങനെ ചെയ്തത്? നീ പറയണം, ഫഖുൽ ദാക മസ്സഖനി വലീദു, എന്നെ കീറിക്കളഞ്ഞത്, എന്നെ തുന്നം ഭിന്നമാക്കി, എന്നെ പറപറത്തിച്ചത് വലീദാണെന്ന് നീ എവിടുന്ന് അങ്ങ് പറഞ്ഞോ? ഞാനതൊന്നും പേടിക്കൂല. ധിക്കാരിയുടെ സ്വരമാണ്. ഭരണം ഒരു നശ്വരമായ ദുന്യാവിന്റെ ചീഞ്ഞ ഭരണം കയ്യിൽ കിട്ടിയപ്പോൾ അത് ഹുങ്ക് ഉപയോഗിച്ചുകൊണ്ട് അള്ളാന്റെ കഅബയുടെ മുകളിൽ കയറിയിട്ട് ഖുർആൻ പിച്ച് ചീന്തിയ വലീദ്. സഹോദരങ്ങളെ, ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട് ധിക്കാരികളോട് ഭീഷണിപ്പെടുത്തിയിട്ട് അല്ലാഹു പറയുന്നുണ്ട്, വഖാബ കുല്ലു ജബ്ബാരിൻ അനീദ്. എല്ലാ സ്വേച്ഛാധിപതികളും എല്ലാ മാത്സര്യ ബുദ്ധിക്കാരും നമ്മെ
പരാജയപ്പെട്ടിരിക്കുന്നു. അതിനാണ് ഇവൻ ചോദിക്കുന്നത്, ധിക്കാരികളെ നീ ഭീഷണിപ്പെടുത്തുകയാണോ? ഖുർആനോടാ ചോദിക്കുന്നത്. ഞാൻ ധിക്കാരിയാണ്, ഞാൻ സ്വേച്ഛാധിപതിയാണ്, നിന്നെ ഞാൻ പേടിക്കൂല. റബ്ബിന്റെ അടുക്കലേക്ക് നീ ചെല്ലുന്നൊരു ദിവസമില്ലേ, അന്ന് നീ പറയണം മസ്സഖനീ വലീദൂ, എന്നെ പിച്ചി ചീന്തിയത് വലീദാണെന്ന് പറയണേ. ഈ വലീദിന് കെട്ടിച്ചു കൊടുത്താൽ കഥ എന്തുണ്ടാകും? സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു തന്റെ അരുമ ശിഷ്യനാണ് കല്യാണം കഴിച്ചു കൊടുത്തത്. സുബ്ഹാനല്ലാഹ്, നല്ല സൗന്ദര്യമുള്ള മഹാനാണ് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. മഹാനവർകൾ തന്നെ പറയുന്നുണ്ട്, എനിക്ക് വിവാഹ ജീവിതം മുന്നോട്ട് വെച്ചതിന്റെ വിഷയവുമായി മുന്നോട്ട് നീങ്ങുമ്പോ പലരും അഭ്യർത്ഥനയുമായി വന്നിരുന്നു. ഞാൻ ആരുടെയും മക്കളെ സ്വീകരിച്ചിട്ടില്ല. അവസാനം ഞാൻ സ്വീകരിച്ചത് ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്വാഹിബുൽ ഇൽമി വൽ വഖാർ, വലിയ വിജ്ഞാനത്തിന്റെ ഗോപുരമായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മകളെ കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടു. അതുകൊണ്ട് പറയട്ടെ, സെലക്ഷൻ നന്നാകണം. മഹത്തുക്കളൊക്കെ അങ്ങനെയാണ് സെലക്ട് ചെയ്തത്. നല്ലവരെ നോക്കിയിട്ട് മക്കളെ കെട്ടിച്ചു കൊടുക്കണം, ഉപ്പമാരെ ഉമ്മമാരെ. അപ്പോഴേ സ്നേഹസമൃദ്ധമായ സുന്ദരമായ സുരഭിലമായ ജീവിതം മുന്നോട്ട് വരാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ നോക്കി ഇമാം ഖല്ലൂബി തങ്ങൾ കൊണ്ടുവരുന്ന ഹിക്കായത്തുകളിൽ കാണാം, മർവാ നാട്ടിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് നൂഹ് ഇബ്നു മറിയം. വലിയ പണ്ഡിതനാണ്, ആ നാട്ടിലെ വലിയ ചീഫാണ്, ആ നാട്ടിലെ വലിയ മഹാനാണ്, ഉത്തരവാദിത്വ ബോധമുള്ള ഖാദിയാണ്, നല്ല അനുഗ്രഹവും നല്ല സമ്പത്തും കൊടുത്ത് അല്ലാഹു അനുഗ്രഹിച്ച മഹാനാണ്. അദ്ദേഹത്തിനൊരു മകളുണ്ട്, നല്ല സൗന്ദര്യമുള്ള മകളാണ്, നല്ല ബുദ്ധിയുള്ള മകളാണ്, നല്ലവണ്ണം ഇൽമുള്ള മകളാണ്. ആ മകളെ ആ നാട്ടിലെ പ്രമാണിമാര് വിവാഹം ആലോചിച്ചു. സമ്പന്നര് വന്ന് ആലോചിച്ചു, പണക്കാര് വന്ന് ആലോചിച്ചു. ഒരാളോടും സമ്മതം മൂളിയില്ല. എല്ലാവരും ദിനേന ചോദിക്കും മക്കൾക്ക് വേണ്ടിയിട്ട്. നാട്ടിലെ പ്രമാണിമാര്, പ്രഭുക്കൾ, ഒരുപാട് ആളുകൾ. പക്ഷേ അവരിലൊക്കെ മാനവർകൾ കണ്ടൊരു കുറവ്, അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ദീനില്ല അവരിൽ. ഈ കല്യാണം അന്വേഷിക്കുന്ന ബാപ്പാരിലൊന്നും ദീനില്ല. പിന്നെ ആ മക്കളിൽ എങ്ങനെ ദീനുണ്ട് എന്ന് ഒറ്റടിക്ക് സമ്മതിക്കാൻ കഴിയും? അവരുടെ ഒരു ചെറിയ ഭാഗം ഇവർക്കും ഉണ്ടാകൂലേ? അതുകൊണ്ട് മഹാനവർഗൾക്ക് മറുപടി കൊടുക്കാൻ വല്ലാത്ത മടി. എന്നും കാണുമ്പോ ചോദിക്കും, ഖാദിയല്ലേ, നാട്ടിലെ വലിയ ഖാദിയല്ലേ? ഖാദി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഖാദി എന്നല്ല, ഇസ്ലാമിക ജഡ്ജാണ്. ഒരു വിഷയത്തിന് തീരുമാനം അവരാണ് പറയുക. ആ നാട്ടിലും പരിസരങ്ങളിലൊക്കെ ഇസ്ലാമികമായ ഒരു വിഷയത്തിൽ ഒരു മസല വന്നാൽ അതിന് ഉത്തരം പറയേണ്ട വിരിവരാണ്. നല്ല പണ്ഡിതനുമാണ്, നല്ല പണക്കാരനുമാണ് നൂഹ് ഇബ്നു മറിയം. മഹാനവർകൾ മർവയിൽ ജീവിച്ച മഹാനവർകളോട് ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോ പലരെയും മടക്കി വിടും. അവസാനം ഒരു ദിവസം അദ്ദേഹത്തിന് ഒരടിമയുണ്ടായിരുന്നു, ഹിന്ദിയായ അടിമ. നമ്മളെ ഇന്ത്യക്കാർക്ക് വലിയ അഭിമാനമുണ്ട് ഈ ചരിത്രം കേൾക്കും. ഹിന്ദിയായ ഇന്ത്യൻ അടിമയാണ്, കറുകറുത്ത അടിമയാണ്. പക്ഷേ ആ അടിമ കറുത്തവനാണെങ്കിലും കറുത്തൊക്കെ അവിടെ നിന്നോട്ടെ, നല്ല ദീനാണ്, നല്ല ഖുലുഖാൻ. ഇസ്മുഹു മുബാറക്, അടിമയുടെ പേര് മുബാറക് എന്നാണ്. തോട്ടങ്ങളും മറ്റുമൊക്കെ ഈ അടിമയെ മഹാനവർകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. പഴങ്ങൾ സൂക്ഷിക്കണം, മുന്തിരികൾ പറിക്കണം, സമയമാകുമ്പോ കൊണ്ടുവരണം. ഏൽപ്പിച്ച കാര്യം കൃത്യമായി നിർവഹിക്കും. അങ്ങനെ ഒരു ദിവസം യജമാനൻ തോട്ടത്തിൽ വന്നു, വിളിച്ചു, മുബാറക്കേ, ക്ഷീണമുണ്ട്, നല്ലൊരു മുന്തിരിക്കൊല കൊണ്ടുവരൂ. കാണുന്നൊരു മുന്തിരിക്കൊല പറിച്ചങ്ങ് കൊണ്ടുകൊടുത്തു. അതിന് നല്ല പുളിയാണ്, മധുരം വേണ്ടേ, എന്നാൽ അത് കഴിച്ചാൽ നല്ല ക്ഷീണം മാറും, കടിക്കാനും രുചിയുണ്ടാകും. ഇത് വേണ്ട, ഇത് കഴിക്കാൻ പറ്റുന്നില്ല, വേറെ ഒന്ന് കൊണ്ടുവരും. രണ്ടാമത്തത് കൊണ്ടുവന്നപ്പോൾ അതിനേക്കാളും പുളിപ്പ് കൂടുതലാണ്. ഒരുപാട് തോട്ടങ്ങളിൽ ഒരുപാട് മുന്തിരി വള്ളികളുണ്ട്. ചോദിച്ചു, 2 പ്രാവശ്യം 3 പ്രാവശ്യം നീ കൊണ്ടുവന്നതൊക്കെ പുളിപ്പുള്ളതാണല്ലോ. ഇഷ്ടം പോലെ മരങ്ങളും വള്ളികളും ഉണ്ടായിട്ട് നല്ലതൊന്ന് കൊണ്ടുവരാൻ നിനക്കറിയില്ലേ? യാ സയ്യിദി, യജമാനരേ, അനലാ ആരിഫുൽ ഹുൽവ ഫീഹി മിനൽ ഹാമിദ്, മധുരിക്കുന്നതേതാ പുളിയുള്ളതേതാ എനിക്ക് തിരിച്ചറിയൂല.
ഇതിന്റെ ചുവട്ടിൽ വീഴുന്ന മുന്തിരി കുലകളിൽ നിന്നുള്ള ഓരോ മുന്തിരി പോലും ഞാൻ ഭക്ഷിച്ചിട്ടില്ല. എന്നെ ഏൽപ്പിച്ചത് വൃത്തിയാക്കാനാണ്, പറിക്കാൻ വേണ്ടിയാണ്, സമയമെത്തുമ്പോൾ നനക്കാൻ വേണ്ടിയാണ്. എന്റെ ഡ്യൂട്ടി അല്ലാതെ ഞാൻ നിർവഹിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. സയ്യിദ് പറയുന്നു, യജമാനൻ നൂഹ് ബിൻ മറിയം പറയുന്നു, ഷഹ്റാനി ഫിൽ ബുസ്താൻ, 2 മാസമായില്ലേ തോട്ടത്തിൽ താമസിക്കുന്നത്, ഇനിയും വകഭേദം നിനക്ക് കിട്ടിയിട്ടില്ലേ? ഇല്ല ഇല്ല സയ്യിദ് അവർകളെ, യജമാനനെ മാദുഖ്തു മിൻഹു ശൈആ, ഒന്നും ഞാൻ രുചിച്ചിട്ടില്ല. സഹോദരങ്ങളെ, താഴെ വീഴുന്നത് നശിച്ചു പോകണ്ട, എടുത്ത് ഭക്ഷിച്ചു എന്ന് കരുതിയിട്ട് കുറ്റമൊന്നും ഉണ്ടാകൂല. പക്ഷേ അതീവ സൂക്ഷ്മതയാണ്. എന്നെ ഏൽപ്പിച്ച ജോലി എന്താണ്? എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി ഏതാണ്? ഞാൻ അതിന്റെ പിന്നാലെയല്ലേ സഞ്ചരിക്കേണ്ടത്? ചോദിച്ചു, ലിമാദാ ലം തഅകുൽ മിൻഹു ശൈആ, എന്തേ ഒന്നും ഭക്ഷിക്കാതിരുന്നത്? അപ്പോൾ പറഞ്ഞു, യജമാനരെ, ഇന്നമാ അമർതനി ബിഹിഫ്ളിഹി ലാ ബില്ലകിലി മിൻഹു, സൂക്ഷിക്കാനല്ലേ എന്നെ ഏൽപ്പിച്ചത്, ഭക്ഷിക്കാൻ എന്നോട് അവിടുന്ന് ഉത്തരവിട്ടിട്ടില്ലല്ലോ, പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ വഞ്ചന നടത്താൻ എനിക്ക് പറ്റില്ലല്ലോ. ഈ മറുപടിയും ഈ ഉത്തമ ബോധവും കണ്ടപ്പോ നൂഹ് ബിൻ മറിയം എന്ന മഹാന്റെ മനസ്സിൽ നല്ല ദീനുള്ള ചെറുപ്പക്കാരനാണ്, പടച്ചോനെ പേടിയുള്ള ആളാണല്ലോ. എത്ര നല്ല പേടിയാ. അല്ലെങ്കിൽ ഇപ്പൊ സാധാരണ ഇവിടെ തോട്ടത്തിൽ ഒരുപാട് തൊഴിലാളികളുണ്ട്, താഴെ വീഴുന്നതൊക്കെ എല്ലാവരും എടുക്കും, അതൊരു കുറ്റൊന്നും ആകൂല. പിന്നെ കുറ്റം നശിച്ചു പോകണ്ടല്ലോ, എടുത്ത് കഴിക്കൽ. ഇത് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞിട്ടില്ലെങ്കിലൊക്കെ ഒരു പെർമിഷൻ. താഴെ വീഴുന്നതല്ല, അത് നഷ്ടമുണ്ടല്ലോ, ഇത് എടുക്കും. ഇനിയിപ്പോ ആരും കുറ്റം പറയാനല്ല. പക്ഷേ ഞാൻ ഏൽപ്പിച്ചത് കൃത്യമായി നിർവഹിക്കുകയും അതിലപ്പുറം നിങ്ങളെ പറ്റിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഒന്നും ഭക്ഷിച്ചിട്ടില്ല എന്ന് പറയുമ്പോ എത്രമാത്രം അമാനത്തുണ്ട്, എത്രമാത്രം ദിയാനത്തുണ്ട്, ദീനീ ചിട്ടയും എത്രമാത്രം കാര്യബോധവും സൂക്ഷ്മതയുണ്ട്. ഇത് മഹാനവറുകൾ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, നിന്നെപ്പറ്റി എനിക്ക് നല്ല താല്പര്യമുണ്ട്. എന്റെ മനസ്സിൽ നീ കടന്നുപോയി. നൂഹ് ബിൻ മറിയം പറയുകയാണ്, എന്റെ മനസ്സിൽ നീ കടന്നുപോയി. അതുകൊണ്ട് ഞാൻ നിന്നോടൊരു കാര്യം പറയാണ്, നീ തിരസ്കരിക്കരുത്, നീ തള്ളിക്കളയരുത്, ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. ഉടനെ അടിമ പറയുന്നു, ഞാൻ അല്ലാഹുവിനെ അനുസരിക്കുന്ന ആളാണ്, നിങ്ങൾക്കും അനുസരിക്കുന്ന ആളാണ്. ഇരട്ട കൂലി കിട്ടുന്ന ആളുകളിൽപ്പെട്ട ആളാണ്. ഇരട്ട പ്രതിഫലം കിട്ടും. ഭാര്യമാർക്ക് ഇരട്ട പ്രതിഫലം. അല്ലാഹു തആലക്ക് അനുസരിക്കുകയും ഭർത്താക്കന്മാർക്ക് അനുസരിക്കുകയും ചെയ്താൽ ഇരട്ട പ്രതിഫലം. അടിമകൾക്ക് ഇരട്ട പ്രതിഫലമുണ്ട്. അല്ലാഹുവിനെ അനുസരിക്കുകയും ചെയ്യാ, യജമാനർക്ക് അനുസരിക്കുകയും ചെയ്യാ. ഒരു പുതിയ നബി വരുമ്പോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോ നേരത്തെയുള്ള നബിയുടെ മില്ലത്തുമായി കഴിയുന്നവർക്ക് ഇരട്ട കൂലിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയപ്പോ തങ്ങളെ കാണാൻ വേണ്ടി വന്ന മദീനയിലെ യഹൂദികളുടെ കൂട്ടത്തിൽ നല്ല പ്രശസ്തനും പ്രഗത്ഭനുമായ ആളാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം. നബി തങ്ങളെ കാണാൻ വേണ്ടി വന്നിട്ട് ചില്ലറ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഒരു നബി വരുമ്പോ നിങ്ങൾ ഇങ്ങനെ ചോദിക്കാന്ന് പൂർവ്വവേദ ഗ്രന്ഥങ്ങളിലുണ്ട്. ചോദിച്ചു, നബിയെ, ആദ്യം സ്വർഗത്തിൽ കടക്കുന്ന ആളുകൾ ആദ്യം കഴിക്കുന്ന ഭക്ഷണം ഏതാണ്? സ്വർഗത്തിലേക്ക് ആദ്യം കയറിയിട്ട് കഴിക്കുന്ന ഭക്ഷണം ഏതാണ്? ഏതാ മോനെ ആദ്യം കഴിക്കുന്ന ഭക്ഷണം? റുമാന. ആദ്യം കഴിക്കുന്ന ഭക്ഷണം ഏതാന്ന് ചോദിച്ചു. തങ്ങൾ പറഞ്ഞു, കബിദുൽ ഹൂത്, മത്സ്യത്തിന്റെ നല്ല ലിവർ, 1ാം നമ്പർ ലിവർ. നല്ല സ്മൂത്ത് ആയിരിക്കും. നമ്മൾ ഇവിടെയുള്ള വാസന ഒന്നും കരുതണ്ട, അങ്ങനൊന്നും ഉണ്ടാകൂല. കടിക്കാൻ നല്ല സുന്ദരമായ നല്ല സോഫ്റ്റ് ആയ ലിവർ ആയിരിക്കും. ഈ മറുപടി കേട്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു സന്തോഷിച്ചു. മഹാനവറുകൾ പറഞ്ഞു, ഓ മുത്തുനബിയെ, അങ്ങയുടെ തോളിൽ നിന്ന് തുണിയൊന്ന് നീക്കി തരണം. ഖത്മുൻ നുബുവത്ത് ഒന്ന് കാണാനാണ്, നുബുവത്തിന്റെ മുദ്ര, സീൽ ഒന്ന് കാണാനാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുപ്പായ അങ്ങനെ നയിച്ചു കൊടുത്തു. ഇവിടെ ഖത്മുൻ നുബുവത്തിന്റെ ഒരു മുദ്ര കലയുണ്ട്, നല്ല തിളക്കമാർന്ന ഒരു കല. അത് കണ്ടു സന്തോഷിച്ചു. ഷഹാദത്ത് കലിമയിൽ വിശ്വസിച്ചു. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങൾ പറഞ്ഞു, നബിയെ, ഞാൻ ഈ നാട്ടിലെ യഹൂദികൾക്ക് ഇഷ്ടപ്പെട്ട കണ്ണിലുണ്ണിയായ നേതാവാണ്. ഞാൻ തങ്ങളെ വിശ്വസിച്ചു എന്ന് അവരറിഞ്ഞാൽ അവരെന്നെ മേൽവിലാസം തന്നെ മാറ്റിക്കളയും.
അവര് വരുമ്പോ തങ്ങൾ എന്നെ പറ്റി ചോദിക്കണം, ഞാൻ അവർക്ക് അത്രയും ഇഷ്ടപ്പെട്ട നേതാവാണ്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് യഹൂദികൾ വന്നു. തങ്ങൾ പറഞ്ഞു, നിങ്ങളൊന്ന് ഉള്ളിലേക്ക് നിന്ന് ഞാൻ അവരോട് ചോദിക്കട്ടെ. അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങൾ ഉള്ളിലേക്ക് നിന്നു. വീട്ടിന്റെ ഉള്ളിലേക്ക്, അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹുവിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. റൂമിന്റെ അപ്പുറത്തേക്ക് നിന്നു. തങ്ങൾ ചോദിച്ചു ഇവരോട്, മാ തഖൂലൂന അൻ അബ്ദുല്ലാഹി സലാം ഫീകു, അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ പറ്റി നിങ്ങൾ അഭിപ്രായം എന്താണ്? അവര് പറഞ്ഞു, ഖൈറുനാ വബ്നു ഖൈരിനാ, ഞങ്ങളിൽ ഏറ്റവും നല്ല മഹാനാണ്, നല്ല ബാപ്പാന്റെ മോനുമാണ്, ബാപ്പയും മോനും രണ്ടാളും ഉഷാറാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആ അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങൾ എന്നെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ ഇവര് പറഞ്ഞു, അങ്ങനെ സംഭവിക്കാൻ സാധ്യതല്ല. യഹൂദികൾ പറഞ്ഞു, അങ്ങനെ സംഭവിക്കാൻ സാധ്യതല്ല. ഉടനെ മഹാനവറുകൾ റൂമിൽ നിന്ന് പുറത്തു വന്നു, ഷഹാദത്ത് കലിമ ചൊല്ലിക്കഴിഞ്ഞ ഉടനെ തന്നെ നേരത്തെ പറഞ്ഞ അതേ നാവ് കൊണ്ട് അവർ തിരുത്തിയിട്ട് പറഞ്ഞു, അന്ത ശർറുനാ വബ്നു ശർറിനാ, അബ്ദുല്ലാഹി ഇബ്നു സലാമേ നീ ഞങ്ങളിൽ നികൃഷ്ടനാണ്, നീ ഞങ്ങളിൽ ദുഷിച്ചവനാണ്, വബ്നു ശർറിനാ ദുഷിച്ച വാപ്പാന്റെ മോനുമാണ്, നീയും നിന്റെ വാപ്പയും ശരിയില്ല. നേരത്തെ പറഞ്ഞ അതേ നാവ് കൊണ്ടാ തിരിച്ചു പറഞ്ഞത്. അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങളോട് നബി തങ്ങൾ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു സലാമേ നിങ്ങൾ വിഷമിക്കണ്ട, യുതികല്ലാഹു അജ്റക മർറതൈൻ, നിങ്ങൾക്ക് അല്ലാഹു രണ്ട് കൂലി തരും. കാരണം ഞാൻ വരുന്നതിന്റെ മുമ്പിൽ ഈസാ നബി അലൈഹിസ്സലാമിന്റെ തത്വങ്ങളും നെഞ്ചിലേറ്റി വിശ്വാസത്തോടെ നടന്ന ആളാണ് നിങ്ങൾ. ആ ഒരു കൂലി നിങ്ങൾക്കുണ്ട്. ഞാൻ വന്നപ്പോ എന്നെ വിശ്വസിച്ച ആളുമാണ് നിങ്ങൾ, നിങ്ങൾക്കും രണ്ട് കൂലിയുണ്ട്. ഇടയിൽ പറഞ്ഞില്ലേ സഹോദരിമാരോട്, രണ്ട് കടമകൾ നിർവഹിച്ചാൽ രണ്ട് കൂലിയാണ്. ഭർത്താവിന് ഖിദ്മത്ത് ചെയ്ത് ഭർത്താവിന്റെ പൊരുത്തം സമ്പാദിക്കുന്ന രീതിയിൽ നല്ല സ്നേഹോഷ്മളമായ ജീവിതം കാഴ്ചവെക്കുകയും അല്ലാഹു തആല അനുസരിക്കുകയും ചെയ്താൽ രണ്ട് കൂലിയാണ്. നല്ല പെണ്ണിന്റെ ലക്ഷണം അതാണല്ലോ, ഫസ്സാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. നല്ല പെണ്ണ് ആരാണ്? ഖാനിതാതുൻ അനുസരണയുള്ളവളാണ്. ഇമാം ബൈളാവി തങ്ങൾ ഈ വാക്കിന് തഫ്സീർ എഴുതി, ഖായിമാതുൻ ബിഹുഖൂഖില്ലാഹ്, അല്ലാഹു തആലാന്റെ കടമകൾ നിർവഹിക്കുന്നവരാണ്. മുത്തിആതുൽ ലിൽ അസ്വാജ്, ഇണകൾക്ക് അനുസരിച്ച് ജീവിക്കുന്നവരുമാണ്. രണ്ട് കൂലിയാണ്, ചെറിയ കൂലിയല്ല. നിങ്ങൾ കണ്ടില്ലേ, ഈ യജമാനനോട് അടിമ പറയുന്നു, അതെ ഞാൻ നിങ്ങൾക്ക് അനുസരിക്കുന്ന ആളാണ്, അള്ളാഹുവിനും അനുസരിക്കുന്ന ആളാണ്. നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്ന വിഷയം അനുസരിക്കാൻ പറ്റിയതാണെങ്കിൽ ഞാൻ അനുസരിക്കും, അല്ലാത്തത് ഞാൻ അനുസരിക്കൂല. അനുസരണത്തിൽ അങ്ങനെയാ, അനുസരിക്കാൻ പറ്റിയതിനനുസരിച്ചാൽ മതി. ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, ഖാലിഖായ റബ്ബിനെ എതിര് ചെയ്യുന്നതിൽ ഒരു മഖ്ലൂഖിനും അനുസരിച്ചു കൊടുക്കേണ്ടതില്ല. നിങ്ങൾ കണ്ടില്ലേ സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം, ബാബുൻ ലാ തുതിഉൽ മർഅതു സൗജഹാ ഫീ മഅസിയ, ഒരു അധ്യായം, ഭാര്യ ഭർത്താവിന് മഅസിയത്തിൽ അനുസരിക്കാൻ പാടില്ല, ഭാര്യ ഭർത്താവിന് കുറ്റകൃത്യത്തിൽ അനുസരിച്ചു കൊടുക്കാൻ പാടില്ല. തിരിച്ചു അങ്ങനെ തന്നെ. ഭർത്താവ് പറഞ്ഞു, നീ എന്റെ കൂടെ പോരാണെങ്കിൽ ഈ പർദ്ദയും ബുർഖയും ഇട്ടൊരു ഉമ്മാമായിട്ട് പോരാൻ പറ്റില്ല, നീ ആ ഷാളിട്ട് പോന്നാ മതി, കഴുത്തൊക്കെ മറ്റൊരു കണ്ടു തരാൻ എന്റെ പിന്നാലെ ആരും കൂടൂല, നാലാൾ കണ്ടാൽ കുഴപ്പമില്ലാന്ന് എഴുതിയിട്ടാണ് ഇടാൻ പറഞ്ഞത്, വേറെ വിഷയം. മുടിയൊന്നും അങ്ങനെ കെട്ടിയിട്ട് ഭദ്രാക്കി വെക്കണ്ട, കുറച്ചുകൂടെ കഴിച്ചു കുറച്ച് മുടിയൊക്കെ ഉള്ള പെണ്ണാണെന്ന് ആൾക്കാർ അറിഞ്ഞോട്ടെ. ഷർട്ടിന്റെ ബട്ടൺ പൂർണ്ണമായിട്ടുണ്ട്, ഒന്ന് രണ്ടെണ്ണം അവിടെ അയച്ചിടും. എന്റെ മാറോ കണ്ടിട്ട് ഒരു പറ്റിയ പെണ്ണിനെ തന്നെ ഞാൻ കെട്ടിയതെന്ന് മറ്റുള്ളവർക്കൊക്കെ തിരിഞ്ഞോട്ടെ. അനുസരിക്കേണ്ടതില്ല, ഗുരുത്തക്കേടല്ല. തട്ടമിടണ്ട, നീ തട്ടമൊടിവാക്കിയിട്ട് ഷാളിട്ട് പോന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഉമ്മമാരെ, പെങ്ങന്മാരെ, ഒരൊറ്റ ഭർത്താവിനെയും അനുസരിക്കണ്ട. നീ ഫുൾ കൈ ഡ്രസ് ധരിച്ച് എന്റെ കൂടെ വരണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വന്തം പോയിക്കോളൂ എന്ന് പെണ്ണുങ്ങൾക്ക് പറയാം. മാസിയത്തിൽ അനുസരിക്കേണ്ടതില്ല.
കുറ്റകൃത്യത്തിൽ ഒരു പെണ്ണിനും ഒരു ഭർത്താവിനെ അനുസരിക്കേണ്ട വിഷയം ഇല്ല. ആ ബാബ് കൊണ്ടുവന്നിടത്ത് ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവരുന്ന ഹദീസ്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് വന്നിട്ട് ഒരു ഉമ്മ പറയുന്നു, നബിയേ, ഇതെന്റെ മോളാണ്. കഴിഞ്ഞ ദിവസം ഈ മോളെ വിവാഹം കഴിഞ്ഞിരുന്നു. ഭർത്താവ് വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടുപോയതാണ്. ഈ പെണ്ണിന് മുടി കുറച്ച് കുറവാണ്, കുറച്ച് വെച്ച് കൊടുക്കാൻ പറ്റുമോ നബിയേ? മുടി ഒന്ന് കുറച്ച് തുന്നി ചേർത്ത് കൊടുക്കാൻ പറ്റുമെന്നാ ചോദിച്ചത്. വെപ്പുമുടി കുറച്ച് കെട്ടിക്കൊടുക്കാൻ പറ്റുമോ? അതാര് പറഞ്ഞാ കെട്ടിക്കൊടുക്കാൻ? ഭർത്താവ് പറഞ്ഞതാ. തങ്ങൾ പറഞ്ഞു, ലാ, പറ്റൂല, പറ്റൂല. ഇന്നഹു ഖദ് ലുഇനൽ മുസിലാത്ത്. വെപ്പുമുടി വെക്കുന്നവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു, പറ്റൂല. ഏത് ഭർത്താവ് പറഞ്ഞാലും, ഭർത്താവിന്റെ ഉപ്പൂപ്പ പറഞ്ഞാലും പറ്റൂല. മാസിയത്തിൽ അനുസരിക്കാൻ പാടില്ല, നന്മയിലെ അനുസരിക്കാവൂ. അതാണ് നൂഹ് ഇബ്നു മറിയമിന്റെ അടിമയും പറയുന്നത്, അന ത്വാഇഉൻ ലില്ലാഹി തആല വലക്. ഞാൻ നിങ്ങൾക്ക് അനുസരിക്കുന്ന ആളാണ്, അല്ലാഹുവിനും അനുസരിക്കുന്ന ആളാണ്. അനുസരിക്കാൻ പറ്റിയത് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കും. ആ സമയത്ത് ഖാലി പറഞ്ഞു, നൂഹ് ഇബ്നു മറിയം, ഇന്നലീ ബിൻതൻ ജമീല, നല്ലൊരു സുന്ദരിയായ മകൾ എനിക്കുണ്ട്. നോക്കിയ രാവും പകലും ഉണ്ടാകും. അടിമ കറുകറുത്ത ചെറുപ്പക്കാരനാ. ആ പെൺകുട്ടി നല്ല വെളുവെളുത്ത മിന്നാമിനി നല്ല ചൊറുക്കുള്ള പെൺകുട്ടിയാ. നല്ല സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയുണ്ട്. ഒരുപാട് ആളുകൾ വിവാഹാലോചന നടത്തിയിട്ടുണ്ട്. നേതാക്കളും പ്രമുഖന്മാരും വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ അവരിൽ നിന്ന് ഒരാളെയും സെലക്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് ഈ വിഷയത്തിൽ അഭിപ്രായം ചോദിക്കാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഉടനെ അടിമ പറഞ്ഞു, യാ സയ്യിദി, ജനങ്ങളെ ജാഹിലിയ്യ കാലഘട്ടത്തില് യുറഗിബൂന, അവർ താല്പര്യപ്പെട്ടിരുന്നു, ഫിൽ അസ്ലി വൻ നസബി വദ്ദീനി വൽ ഹസബ്. കണ്ടോ നിങ്ങള്? അതാണ് സാധാരണ ഹദീസിലൊക്കെ പറയാറുള്ളത്, മാലിഹ വലി ജമാലിഹ വലി ഹസബിഹ വലി ദീനിഹ. അങ്ങനെ കെട്ടിയോളെന്നല്ല, അങ്ങനെ വിവാഹം ചെയ്യപ്പെടാറുണ്ട്. സാധാരണ പതിവ് അങ്ങനെയാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ഇപ്പുറത്ത് മറ്റേത് പറയേണ്ടതില്ലല്ലോ, അങ്ങനൊക്കെ നടക്കാറുണ്ട്. നീ സെലക്ട് ചെയ്യേണ്ടത് അതല്ല മോനെ, ദീനുള്ളവളെ നോക്കിക്കോ, അതിലെ കാര്യം ഉണ്ടാവുള്ളൂ. മറ്റേതൊന്നുമില്ലെങ്കിലും ഇതുണ്ടോ, എന്നാൽ ആ ഇല്ലായ്മയൊക്കെ ഇതുകൊണ്ട് പരിഹരിക്കപ്പെടും. ആ തരത്തിലേക്ക് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് ഉയരാൻ പറ്റും, നല്ല സന്തോഷിക്കാൻ പറ്റും. ജനങ്ങൾ സാധാരണ ഇതിലൊക്കെ ആഗ്രഹിക്കാറുണ്ട്. തറവാട് നോക്കും, കുടുംബം നോക്കും, സമ്പത്ത് നോക്കും. വൽയഹൂദു വന്നസാറ, ജൂതന്മാരും ക്രൈസ്തവരും ഫിൽ ഹുസ്നി വൽ ജമാൽ, അവർ പൊതുവെ താല്പര്യം കാണിക്കാറുള്ളത് ഭംഗിയിലും സൗന്ദര്യത്തിലുമാണ്. വഫീ സമനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അടിമ പറയാണ്, മുത്തുനബി തങ്ങളുടെ കാലഘട്ടത്തിൽ കാനൂ യർഗബൂന ഫിദ്ദീനി വത്തഖ്വ, സ്വഹാബത്ത് ആഗ്രഹിച്ചിരുന്നത് ദീനിലും തഖ്വയിലുമാണ്. അതേ സമയത്ത് വഫീ സമാനി ഹാദാ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന കാലത്തിലോ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഫിൽമാലി വൽ ജാഹി. ഞാൻ പറഞ്ഞല്ല, അന്ന് അടിമ പറയാ, നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ അടിമ പറയാണ്, ഇന്നത്തെ കാലത്ത് നൂഹ് ഇബ്നു മറിയം ജീവിച്ച കാലത്ത് ഇന്ന് ആൾക്കാർ ആഗ്രഹിക്കുന്നത് ദീനും തഖ്വയൊന്നുമല്ല, ഫിൽമാലി വൽ ജാഹി, സമ്പത്തും സ്ഥാനവും. അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ആളാ. ഓ, മറ്റോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളേ, അപ്പുറം ഇപ്പുറമൊക്കെ നല്ല കഴിവുള്ള, നല്ല സ്വാധീനമുള്ളേ. അവിടെ അങ്ങനെ കഴിവ്, ഇവിടെ എങ്ങനെ സ്വാധീനം, അവിടെ അങ്ങനെ പിന്നെ സ്ഥാനം, ഇവിടെ എങ്ങനെ സ്ഥാനമൊക്കെ ഉള്ള ആളാ. ഓ മതി, എന്നാലും മതി, സംഭവല്ലേ സംഗതി, അല്ല കുഫു ഒത്തിട്ടുണ്ട്. അല്ലെങ്കിലും നിങ്ങൾ നോക്ക്, സമ്പത്ത് ഒരു കുഫുവിന്റെ അടയാളമായിട്ട് എണ്ണിയിട്ടില്ലല്ലോ. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്തുൽ മീൽ പറഞ്ഞു, സമ്പത്ത് എന്തേ കുഫുവിന്റെ അടയാളമായിട്ട് എണ്ണായിരുന്നു? എന്തെല്ലാം എണ്ണിയിട്ടുണ്ട്? നല്ല ജമാലിയത്ത് എണ്ണിയിട്ടുണ്ട്, നല്ല തറവാട്ടുകാരിയായ പെണ്ണ്, നല്ല സ്നേഹിക്കുന്ന, നല്ലോണം പ്രസവിക്കുന്ന പെണ്ണ്, ഇതൊക്കെ എണ്ണിയിട്ടുണ്ട്. സുന്നിയത്തായ പെണ്ണൊക്കെ എണ്ണിയിട്ടുണ്ട്. എന്തേ സഹോദരങ്ങളെ, സമ്പത്തുള്ള ഒരു പെണ്ണിന് സമ്പത്തില്ലാത്തവൻ കുഫു വെക്കൂലാന്നോ? സമ്പന്നനായ വ്യക്തിക്ക് ദരിദ്രയായ പെണ്ണ് കുഫു വെക്കൂലാന്നോ? എന്തേ അത് എണ്ണാതിരുന്നത്? സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞു, അന്നൽ മാല ലില്ലുൻ സായിൽ, സമ്പത്ത് എന്ന് പറഞ്ഞാൽ നീങ്ങിപ്പോകുന്ന ഒരു നിഴലാണ്. ഇതിന്റെ പിന്നാലെ വെറുതെ കൂടാ. ഇന്ന് സമ്പന്നൻ നാളെ ദരിദ്രനാകും,
നാളത്തെ ദരിദ്രൻ മറ്റന്നാൾ സമ്പന്നനാകും. അങ്ങനെ നീങ്ങിപ്പോകുന്ന ഒരു നിഴലാണ്. അതിൽ പരിഗണിക്കാൻ പറ്റിയ കാര്യമൊന്നല്ല. സമ്പത്ത് തീരെ വേണ്ട എന്നല്ല ഇതിന്റെ ഒന്നും അർത്ഥം. കാര്യമായി പരിഗണിക്കേണ്ട ഒരു വിഷയത്തിലേക്ക് മുന്നോട്ട് വെക്കേണ്ടതല്ല. അടിമ പറഞ്ഞു, ഈ കാലത്ത് ജനങ്ങൾ താല്പര്യപ്പെടുന്നത് ഫിൽ മാലി വൽ ജാഹ്. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിച്ചത് തെരഞ്ഞെടുക്കുക. യജമാനനായ പണ്ഡിതനായ ഖാദിയായ സമ്പന്നനായ നൂഹ് ബിൻ മറിയം പറഞ്ഞു, ഞാൻ തെരഞ്ഞെടുക്കുന്നത് ഇന്നി റാഗിബുൻ ഫിദ്ദീനി വത്തഖ്വാ, ഞാൻ ദീനിലും തഖ്വയിലുമാണ് താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ മകളെ നിനക്ക് കെട്ടിച്ചു തരുന്നത് ലിഅന്നീ വജദ്തു ഫീക ദീന വസ്സലാഹ വൽ അമാന. 2 മാസം നീ എന്റെ തോട്ടത്തിൽ പണിയെടുത്ത് ജീവിച്ചപ്പോഴേക്ക് നിന്നിൽ ഞാൻ ദീന് കണ്ടു, നന്മ കണ്ടു, വിശ്വസ്തത കണ്ടു, ഉത്തരവാദിത്വ ബോധം കണ്ടു. അതുകൊണ്ട് പപ്പയും അടിമ പറഞ്ഞു, അനാബുദും റഖീഖുൻ അസ്വദുൻ ഹിന്ദിയുൻ, നിങ്ങളെ മകള് നല്ല ചൊറുചൊറുക്കുള്ള പെണ്ണല്ലേ, ഞാനൊരു കറുകറുത്ത ഹിന്ദിയായ അടിമയാണല്ലോ, നിങ്ങൾ എന്നെ സമ്പത്ത് കൊടുത്ത് വാങ്ങിയതല്ലേ, പിന്നെങ്ങനെയാ നിങ്ങളെ മകള് നിങ്ങൾ എനിക്ക് കെട്ടിച്ചു തരിക? നിങ്ങളെ മകള് എന്നെ തൃപ്തിപ്പെടുമോ? യജമാനൻ പറഞ്ഞു, അതൊന്നും നീ വിഷയമാക്കണ്ട, നീ എന്റെ കൂടെ വാ, നമുക്ക് ഈ കാര്യമൊന്ന് ആലോചിക്കാം. വീട്ടിലെത്തിയിട്ട് ഖാദിയദാ ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ, ഇന്ന ഹാദൽ ഗുലാമ സ്വാലിഹു ദീനിൻ തഖിയുൻ, സ്വാലിഹുൻ ദീനുൻ ദയ്യിനുൻ തഖിയുൻ, നല്ല ദീനീ ബോധമുള്ള മുത്തഖിയായ നല്ല സ്വാലിഹായ ചെറുപ്പക്കാരനാണ്. ഈ മകനെ കൊണ്ട് എന്റെ മകളെ കെട്ടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു, നിന്റെ അഭിപ്രായം എന്താണ്? ഭാര്യ പറഞ്ഞു, അൽ അംറു ഇലൈക, തീരുമാനങ്ങളിലേക്ക് വിട്ടു, നിങ്ങൾ തീരുമാനിച്ചോളൂ, എനിക്ക് സമ്മതമാണ്. കാരണം നിങ്ങൾ അങ്ങനത്തോൽക്കല്ലാതെ കെട്ടിക്കൂലെന്ന് എനിക്കറിയാം. ഇവിടെ ഈ വീട്ടിൽ എത്ര ആൾ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതാ ഭാര്യ പറഞ്ഞത്, ഈ വീട്ടിൽ എത്ര ആൾ വന്നിട്ടുണ്ട്, ഗോത്രത്തലവന്മാര് വന്നിട്ടുണ്ട്, നല്ല പ്രമുഖന്മാര് വന്നിട്ടുണ്ട്, സ്ഥാനപതികൾ പലരും വന്നിട്ടില്ലേ, അവർക്ക് ആർക്കും സമ്മതിക്കാതെ നിങ്ങൾ വെറുതെ സമ്മതിക്കൂല എനിക്കറിയാം. അൽ അംറുയിലേക്ക്, തീരുമാനം നിങ്ങളിലേക്ക് വിട്ടു. പക്ഷേ ഒരു കാര്യമുണ്ട്, മകളോട് ഞാനൊന്ന് പറയട്ടെ, ഇതൊരു അടിമയാണല്ലേ. മഹാനവർകൾ പറഞ്ഞു, അടിമയായത് വിഷയമല്ല, ഇത്തുകല്യ സ്വതന്ത്രനാകും. എന്റെ അടിമയാണ്, ഞാൻ ഇത്തുക ചൊല്ലിയാൽ സ്വതന്ത്രനാകും, പ്രശ്നമല്ല, പിന്നെ സ്വതന്ത്രനാകും. പക്ഷെ നീ മോളോടൊന്ന് പറയും. അപ്പൊ ആ ഉമ്മ പോയിട്ട് മോളോട് പറഞ്ഞു, ഇങ്ങനെ ഒരു വിഷയമുണ്ട്. മകള് പറഞ്ഞു, അൽ അംറു ഇലൈക്കുമാ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരികളെ, പ്രേമനൈരാശം കൊണ്ട് കയറെടുക്കുന്നവരെ, വിഷം കുത്തി നിറച്ച് മരിക്കുന്നവരെ, കോളേജ് കാലത്ത് സെലക്ഷൻ ചെയ്തതിന് ബാപ്പയും ഉമ്മയും കൂട്ടുനിൽക്കാത്തതിന് മരണം വരിക്കുന്നവരെ, നാട് വിട്ടുപോയിട്ട് മതപരിത്യാഗം ചെയ്യുന്നവരെ, നൂഹ് ബിൻ മറിയം എന്ന് പറയുന്ന മഹാപണ്ഡിതന്റെ ഖാദിയുടെ സമ്പന്നന്റെ മകള് പറയുന്നത്, ബാപ്പാ ഉമ്മ, അൽ അംറു ഇലൈക്കുമാ, തീരുമാനം നിങ്ങളിലേക്കാണ്, ഞാൻ നിങ്ങളോട് എതിര് കാണിക്കാനില്ല, നിങ്ങളോട് എതിര് പറയാനില്ല, നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ഞാൻ അതിന് റെഡിയാണ്. ബാപ്പയെയും ഉമ്മയെയും അനുസരിക്കേണ്ട ഒരു വിഷയം അവിടെ ഇല്ലേ? ഉണ്ട്. തീരുമാനിക്കാൻ സ്വതന്ത്രമായ അധികാരം മകൾക്കുണ്ടോ? ഇല്ല. ഒരു പക്ഷേ നിയമത്തിന്റെ പ്രാബല്യം നിങ്ങളെ പിന്തുണച്ചാലും വിശുദ്ധ ഇസ്ലാം നിങ്ങളോട് നിർദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. ബാപ്പയുടെ ഉമ്മയുടെ കണ്ണീരിന് അവസാനം വരും. നിങ്ങൾ ഒരു പക്ഷേ കരയേണ്ട ഒരു ഗതികേട് വരും. പലരും കരഞ്ഞ് അവസാനം കരച്ചിൽ മൂർജിച്ചുകൊണ്ട് മാനഹാനി സംഭവിക്കുന്ന രൂപത്തിൽ മരണമടഞ്ഞില്ലേ? ആ ഒരു ദാരുണമായ അവസ്ഥയിലേക്ക് നീങ്ങാതിരിക്കാൻ നല്ലോണം ശ്രദ്ധിക്കണം സഹോദരിമാരെ. പഠിക്കാൻ വിടുന്നിടത്ത് പഠനം നടത്തണം. ചെറുപ്പക്കാരെ, പഠിക്കാൻ വിടുന്നിടത്ത് പഠനം നടത്തണം. ജോലിക്ക് പോകുന്നിടത്ത് ജോലി കൃത്യനിർവഹണത്തോടെ ജോലി നിങ്ങൾ നിർവഹിക്കണം. മറ്റു വിഷയങ്ങളിലേക്കൊന്നും അവിടെ നിങ്ങൾ കയറരുത്. മറ്റൊരു വിഷയത്തിലേക്ക് നിങ്ങൾ
ഒരിക്കലും ബന്ധം പെടരുത്. ബാപ്പയും ഉമ്മയും നല്ലവണ്ണം ദീനും ബോധവുമുള്ളവരെ തെരഞ്ഞു വരുമ്പോ, ദുനിയാവ് മുന്നോട്ട് നിന്നിട്ട് നിങ്ങളെ മാടി വിളിക്കുമ്പോ ബാപ്പാന്റെയും ഉമ്മാന്റെയും ദീൻ ഒഴിവാക്കിയിട്ട് ദുനിയാവിന്റെ പിന്നാലെ പോയി ചതിയിൽ പെട്ടുപോകരുത്. ഈ പെൺകുട്ടി പറഞ്ഞ മറുപടി നോക്കി എന്തൊരു സുന്ദരമാണ്. നിങ്ങളിലേക്ക് തീരുമാനം വിട്ടു, നിങ്ങൾക്ക് തീരുമാനിക്കാൻ ഞാൻ എതിര് കാണിക്കൂല. ഭർത്താവ് മടങ്ങി വന്നിട്ട് ഭാര്യ മടങ്ങി വന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു, അതെ, ആ ചെറുപ്പക്കാരന് മകളെ കല്യാണം കഴിച്ചു കൊടുത്തു, അവർക്ക് ഇഷ്ടം പോലെ സമ്പത്ത് കൊടുത്തു. അതിൽ നിന്നൊരു കുട്ടി ജനിച്ചപ്പോ സമ്മാഹു അബ്ദുല്ലാ, ആ കുട്ടിക്ക് അബ്ദുള്ള എന്ന് പേര് വെച്ചു. ആ കുട്ടിയാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു. നല്ല ദീനീ ബോധമുള്ള ബാപ്പാക്കും ഉമ്മാക്കും ജനിച്ചപ്പോ മക്കളിലും കണ്ടില്ലേ നിങ്ങൾ നല്ല ഉശിരി. അവരെ മക്കളും അവരെ മക്കളൊക്കെ അവര് പിന്നെ കല്യാണം കഴിക്കുന്നതും താവടിയിലൊക്കെ പിന്നെ ആ രൂപത്തിൽ വരണം എന്നാണ് നിശ്ചയം. ചരിത്രത്തിൽ കാണാം, ഈ അബ്ദുല്ലാഹി മുബാറക് എന്ന കുട്ടി പിന്നീട് ഒരു കല്യാണം കഴിച്ചിട്ട് ഒരു ദിവസം ആ വീട്ടിൽ 10 അതിഥികൾ വന്നു, വിലമാക്കൾ വന്നു. അപ്പൊ വല്യാപ്പാനെ പോലെ തന്നെ നല്ല, വല്യുപ്പയെ പോലെ തന്നെ നല്ല ധർമ്മിഷ്ഠനാണ് പേരക്കുട്ടി. ബാപ്പാരും കണ്ടിട്ടാണല്ലോ മക്കൾ പഠിക്കുന്നത്. അപ്പൊ നല്ല സമ്പന്നനായ നൂഹ് ബിൻ മറിയം നല്ല ധർമ്മിഷ്ഠനാണ്. അതുപോലെ ഈ കുട്ടിയും അങ്ങനെ തന്നെ. ഏത് കുട്ടി? ഈ അടിമയായിരുന്ന മുബാറക് എന്ന് പറയുന്ന അടിമക്ക് സ്വതന്ത്രനാക്കി കൊടുത്ത ശേഷം കല്യാണം കഴിച്ച് അതിലൂടെ ജനിച്ച കുട്ടി അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു. ആ മഹാനുഭാവൻ കല്യാണം കഴിച്ചിട്ട് അവിടെ ഒരു 10 ആലിമീങ്ങൾ വന്നപ്പോ സൽക്കരിക്കാൻ ആ വീട്ടിൽ ഒന്നുമില്ല. എന്ത് ചെയ്യും? അവിടെ ആകെ ഉപയോഗിക്കുന്ന ഒരു വാഹനമുണ്ട്, അവരുപയോഗിക്കുന്ന. അപ്പൊ അതിനെ അറുത്തു വേവിച്ച് ഇവർക്ക് നല്ല സദ്യയുണ്ട്. അപ്പൊ ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് ആകെ ഒരു വാഹനം ഉപയോഗിക്കാൻ പറ്റുന്ന ഇതല്ലേ ഉള്ളൂ, ഇതിന് അറക്കേണ്ട ആവശ്യം. ഇതിനെന്തിനാ നിങ്ങൾ അർത്ഥത്? ഇനി നമ്മൾ എന്ത് ചെയ്യും? അദ്ദേഹം വേഗം വീട്ടിലേക്ക് പോയി. അബ്ദുല്ലാഹി മുബാറക് തങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് ഇവൾക്ക് കൊടുക്കാനുള്ള മഹറും അതുപോലെ തന്നെ വേറെ കുറെ തുകകളും സംഖ്യകളും എടുത്തിട്ട് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, വരെ പോയിക്കോ, അന്നെ വേണ്ട. എന്റെ ദീനിയായ വിഷയത്തിൽ സഹകരിച്ച് ജീവിക്കാൻ നിന്നെ പറ്റൂല. എന്റെ ബാപ്പയും എന്റെ ഉമ്മയും എന്നെ പഠിപ്പിച്ചതുപോലെ ഉദാരതയിൽ ജീവിക്കാൻ നീ എന്നെ സമ്മതിക്കൂല. നീ നിന്റെ വീട്ടിൽ പോയിക്കോ, നിന്നെ എനിക്ക് വേണ്ട. അതിഥികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ വെറുപ്പുള്ള നിന്റെ കൂടെ ജീവിച്ചിട്ട് എന്റെ ദീന് പോകൂലേ? നിന്നെ എനിക്ക് വേണ്ട, നീ പോയിക്കോ. കുറച്ചു കാലം കഴിഞ്ഞ ശേഷം അതാ മഹാനവറുകളെ അടുത്ത്, അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങളുടെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, യാ ഇമാമൽ മുസ്ലിമീൻ, ഓ മുസ്ലിങ്ങളുടെ നേതാവായ മഹാനെ, എനിക്കൊരു മകളുണ്ട്. ഉമ്മ മരണപ്പെട്ടു പോയ മകളാണ്. ഉമ്മ മരണപ്പെട്ട ടെൻഷനിൽ ആ പെൺകുട്ടി എല്ലാ ദിവസവും വസ്ത്രങ്ങൾ ഇങ്ങനെ പിച്ചി ചീന്തുന്ന സ്വഭാവമാണ്. നിങ്ങളെ മജ്‌ലിസിൽ ആ കുട്ടിയെ ഞാൻ കൊണ്ടുവരാം, ഒന്ന് ഉപദേശിച്ച് മനസ്സിന് സമാധാനം കൊടുത്ത് ഒന്ന് നന്നാക്കി തരണേ. വിവാഹപ്രായമെത്തിയ പെൺകുട്ടി മാതാവങ്ങ് മരിച്ചപ്പോ ടെൻഷനങ്ങ് മൂർജിച്ചു വന്നു. എന്നും തുണിയും കുപ്പായും ഇങ്ങനെ വലിച്ചു കീറും. അങ്ങനെ ഒരു ടെൻഷനിലേക്ക് എന്റെ കുട്ടിയായി പോയി. നിങ്ങളെ സദസ്സിൽ ഞാൻ കൊണ്ടുവരാ, നിങ്ങളൊന്ന് നന്നാക്കി തരുമോ? കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ആ സദസ്സിൽ ഇരുന്നിട്ട് കൊടുത്ത ഉപദേശം കൊണ്ട് ആ കുട്ടിയുടെ മനസ്സ് നന്നായി. ആ കുട്ടി തീർച്ചപ്പെടുത്തി ബാപ്പാനോട് പറഞ്ഞു, ബാപ്പാ, ഞാൻ ചെയ്ത പണിയിലേക്ക് ഇനി ഞാൻ മടങ്ങൂല. ഞാൻ എന്റെ റബ്ബിനെ ദേഷ്യപ്പെടുത്തൂല, നിങ്ങളെ വെറുപ്പിക്കൂല. പക്ഷേ എനിക്കൊരാവശ്യമുണ്ട്. എന്താ മോളെ ആവശ്യം? എന്നെ ഉപദേശിച്ച മഹാപണ്ഡിതൻ വിവാഹം ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ വിവാഹം ആവശ്യമുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന് എന്നെ ഇണയാക്കി കൊടുക്കൂ, വേറെ ആർക്കും കൊടുക്കണ്ട. അപ്പൊ ഈ
ഈ പെൺകുട്ടിയുടെ വാപ്പ പിന്നൊരു ദിവസം കാണാൻ വന്നു. എന്തേ നിങ്ങൾ വന്നത്? നിങ്ങളെ കുട്ടിന്റെ അസുഖം മാറിയോ? അസുഖമൊക്കെ അന്നത്തെ മജ്‌ലിസിൽ തന്നെ മാറി. ഞാനൊരു പുതിയ ആവശ്യമായിട്ട് വന്നതാണ്. ഇപ്പോൾ എന്റെ മകള് നല്ല സൗന്ദര്യത്തോടെ സന്തോഷത്തോടെ പോകുന്നുണ്ട്. ഒരു ടെൻഷനും ഇപ്പൊ എന്റെ കുട്ടിക്കില്ല. പക്ഷേ എന്റെ കുട്ടി പറയുന്നുണ്ട്, ഒരു പുതുമാരൻ എനിക്ക് നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ വാള് പറഞ്ഞ ഉസ്താദിന്, അല്ലെങ്കിൽ ആ ഉസ്താദ് വിവാഹം ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റൊരു വിവാഹം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് എന്നെ കെട്ടിച്ചോളൂ. കാരണം എന്റെ മനസ്സ് ഏറ്റെടുക്കാനും എന്നെ നന്നാക്കാനും പറ്റുന്ന ആളാണ്. ആ ഒരു വകുപ്പാണ് ആ പെൺകുട്ടി നോക്കിയത്. അങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ എനിക്കതിന് കുഴപ്പമൊന്നുമില്ല. അതെ, ഞാൻ സന്തോഷവാനാണ്. നിങ്ങൾ ആ വിഷയത്തിൽ സന്തോഷിക്കുകയാണെങ്കിൽ, ദീനിയായിട്ട് എന്നോട് സഹകരിക്കാത്തൊരു പെണ്ണുണ്ടായിരുന്നു, ആ പെണ്ണിനെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ദീനിൽ സഹകരിക്കാത്ത പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് നമ്മൾ തുറഞ്ഞു പോകും. അതുകൊണ്ടാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞത്, വതുറുക് മിനൽ അസ്വാജി മമ്മാ സഅദത് ഫീ ത്വാഅത്തിൻ വഖ്തർ അസൂബൻ ഫാദിലാ. ദീനിൽ സഹകരിക്കാത്ത പെണ്ണിനായിട്ട് നീ പോയിട്ട് നീ കുഴങ്ങിപ്പോകും, അല്ലാതെ ക്ഷീണിച്ചു പോകും. അതിനേക്കാളും നല്ലത് അവിവാഹിതനായി കഴിയാൻ പറ്റും നിനക്ക് ഇബാദത്ത് കൊടുത്തിട്ട്, അതായിരിക്കും നല്ലത്. മഹാനവർകൾ പറയാം, വിവാഹം ഒന്നും ചെയ്യാതെ നിന്റെ ദീനൊന്നും പോകണ്ടെന്ന് എഴുതിയിട്ട് നീ അങ്ങനെ നടക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. മറ്റേ ദീനും പോകും ദുന്യാവും പോകും, ഒരു സമാധാനം ഉണ്ടാകൂല. അങ്ങനെ അദ്ദേഹം വിവാഹം ചെയ്തു കൊടുത്തു. ആ വിവാഹം ചെയ്തു കൊടുത്ത ശേഷം നിങ്ങൾ നോക്ക്, ആ പെൺകുട്ടിയുടെ ബാപ്പ ഇഷ്ടം പോലെ സ്വത്ത് കൊടുത്തു. അതേ, നേരത്തെ ഉണ്ടായിരുന്ന ഒരു വാഹനത്തിന് പകരം 10 വാഹനം കൊടുത്തു. ഉണ്ടായിരുന്ന ഒരു വാഹനമല്ലേ 10 ആലിമീങ്ങൾ വന്ന 10 സൽക്കാരത്തിന് വേണ്ടി ബലിയെറുത്തത്. 10 എണ്ണമാണ് ഇപ്പൊ വിവാഹം ചെയ്തിട്ട് വാഹനം കിട്ടിയത്. പുതിയാപ്പിളക്ക് വാഹനം കൊടുക്കുന്ന കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ കൊടുക്കാം. നിങ്ങള് വിഷമിക്കൊന്നും വേണ്ട, ഞാനിങ്ങനെ പറഞ്ഞ് വിഷമിക്കുന്നോട് കൊടുക്കാം. ഉള്ള സമ്പത്തുള്ള ആൾ കൊടുത്തോളി, അതൊരു ഏറാകൊന്നുമില്ല. അങ്ങനെ പുതിയാപ്പിൾക്ക് സമ്പത്ത് കൊടുക്കുന്ന ആൾക്കാർക്ക് വിഷമൊന്നും വേണ്ട. അങ്ങനെ സമ്പത്ത് കൊടുത്ത് നബിമാരെ കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ശുഐബ് അലൈഹിസ്സലാം, ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ മോളെ കല്യാണം കഴിച്ച് പോകാൻ നിൽക്കാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. സഫൂറ ബീവിനോട് വാപ്പ ചോദിച്ചു, മോളെ വല്ലതും വേണോ? അപ്പൊ സഫൂറ ബീവി പറഞ്ഞു, ഞാനൊന്ന് ചോദിച്ചോക്കട്ടെ, മൂസാ നബിയോടൊന്ന് ചോദിച്ചോക്കട്ടെ. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, അപ്പാക്ക് ഇഷ്ടം പോലെ ആടുകളില്ലേ, കുറച്ച് ആടുകളെ തരാൻ പറയാം, കുറച്ച് ആടുകളെ തരാൻ പറയും, നമുക്ക് സുഖമായിട്ട് ജീവിക്കാലോ. ആടുകൾ ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ അങ്ങനെ വിൽക്കും ചെയ്യാം, എണ്ണം വർദ്ധിക്കുമ്പോൾ സക്കാത്തോട് കൊടുക്കും ചെയ്യാലോ, സന്തോഷമാണ്. ശുഐബ് നബി അലൈഹി സ്വലാം വേണ്ട ആടുകൾ എടുത്തോളാൻ പറഞ്ഞു അവരെ സന്തോഷ ജീവിതത്തിൽ. അപ്പൊ ആൾക്കാർ, യാ റബ്ബി, പുതിയാപ്പിളക്ക് അയാൾ കാറ് കൊടുത്തു പോയിട്ടോ, സംഗതി കുടുങ്ങിപ്പോയി എന്ന് പറയണ്ട, വർക്കത്തുർക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒന്നിന് പകരം 10 കൊടുത്തത്. നിങ്ങൾ നോക്ക, അല്ലാഹു തആല കൊടുത്തത് ഒന്നിന് പകരം 10 അല്ലാഹു തആല ഓഫർ ചെയ്തല്ലേ. 10 കിട്ടി. അന്ന് രാത്രി അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ കിടന്നുറങ്ങുമ്പോ അതാ ഒരാൾ വിളിച്ചു പറയുന്നു, ഇൻ കുന്ത തല്ലഖത ഇംറഅതൻ, അതേ, ഒരു പെണ്ണിനെ നമ്മുടെ വിഷയത്തിൽ സഹകരിക്കാത്തത് കൊണ്ട് നിങ്ങൾ ത്വലാഖ് ചൊല്ലിയില്ലേ അബ്ദുല്ലാ, ഫഖദ് അഅതൈനാക ബദലഹാ, അതിനു പകരം ഞാൻ നിങ്ങൾക്ക് തന്നത് സ്വബിയതൻ ബിക്റാ, നേരത്തെ ആരും വിവാഹം ചെയ്യാത്ത നല്ല ബിക്റായ നല്ലൊരു പെൺകുട്ടിയെ തന്നല്ലോ. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉലമാഇനെ സൽക്കരിക്കാൻ ഒരു വാഹനത്തെ അറുത്തതിന് വേണ്ടി നിങ്ങൾക്ക് 10 വാഹനം തന്നല്ലോ. ഒരു നന്മക്ക് 10 ഇരട്ടിയുണ്ട് എന്ന് നിങ്ങൾ അറിയാനാണ്. നന്മ ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അല്ലാഹു വൃഥാവിലാക്കൂല. എന്താ ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ നിങ്ങൾ മറക്കരുത്. ദീനും ഖുലുഖുമാണ് മുന്നോട്ട് വെക്കേണ്ടത്. ഈ ഒരു ഉപദേശം ഞാൻ തുടക്കത്തിൽ നടത്തിയത് വിവാഹം ചെയ്യാത്തവരോടാണ്. വിവാഹം ചെയ്യാത്ത ആണ് പെണ്ണുങ്ങളോട് പറയട്ടെ, നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുന്നതിൽ മുന്നോട്ട് വെക്കേണ്ടത് പണം നോക്കിയിട്ടല്ല. അല്ലാഹു പറഞ്ഞില്ലേ, അവർ ദരിദ്രരാണെങ്കിൽ അല്ലാഹു അവർക്ക് ഗിന കൊടുക്കും. സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ നിശ്ചയിച്ചപ്പോ അലിയാർ തങ്ങൾ സ്വന്തം നിന്ന് കരഞ്ഞുപോയി. റബ്ബേ, ഞാനൊരു ഫഖീറാണല്ലോ, വിവാഹത്തിന്
വിവാഹത്തിനൊരു വലീമത്ത് കൊടുക്കാൻ പോലും എനിക്ക് കഴിവില്ലല്ലോ അല്ലാ. എങ്ങനെയാണ് നാട്ടുകാർക്ക് വിവാഹ സദ്യ കൊടുത്ത് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. മദീനയിലെ കുന്നിൻ മുകളിൽ പോയി പുല്ലരിഞ്ഞിട്ട് ആ പുല്ല് കെട്ടുകെട്ടാക്കിയിട്ട് അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയിട്ട് കിട്ടിയ കാശ് കൊണ്ടാണ് മദീനക്കാർക്ക് സൽക്കാരം കൊടുത്തത്. പക്ഷേ അലിയാര് തങ്ങളെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്തിച്ചത് അലിയാരെ ഇൽമും ദീനും കൊണ്ടാണ്. അലിയുൻ കറമല്ലാഹു വജ്ഹഹു എന്നല്ലേ പറയാറുള്ളത്. കുട്ടിക്കാലത്ത് തന്നെ വിശുദ്ധിയിലേക്ക് കടന്നു വന്ന മഹാനല്ലേ. ആ ഒരു വലിയ മഹത്വം അലി റളിയല്ലാഹുവിന് സ്വന്തമല്ലേ? സ്വഹാബിമാരിൽ വലിയൊരു മഹത്വമല്ലേ അത്? ആ നിലക്ക് ദീനും ഇൽമുമൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് കെട്ടിച്ചു തരാനാണ് അള്ളാഹു എന്നോട് കൽപ്പിച്ചത്. അലി റളിയല്ലാഹുവിനോട് മറ്റു പലരും പറഞ്ഞു സന്തോഷമാണ്, നിങ്ങൾ കബൂലാക്കിക്കോളൂ, വിഷമം വേണ്ട. ഇനി പറയട്ടെ, വിവാഹ ജീവിതം നയിക്കുന്നവരോട് നല്ല സ്നേഹത്തോടെ വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നിങ്ങൾ നോക്ക്, അലിയാര് തങ്ങളും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും എത്ര കാലമാണ് ഒരുമിച്ച് ജീവിച്ചത്. വിവാഹം കഴിക്കുമ്പോൾ ഫാത്തിമ ബീവിക്ക് 18 വയസ്സാണ്, അലി റളിയല്ലാഹുവിന് 21 വയസ്സാണ്. ചുരുങ്ങിയ വർഷമാണ് അലി റളിയല്ലാഹുവിനും ഫാത്തിമ ബീവിയും ഒരുമിച്ച് കഴിഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ഒരു 10 വർഷം. ആ 10 വർഷത്തെ ജീവിതത്തിലെ സ്നേഹസുരഭിലമായ നിലപാടുകൾ നമ്മൾ കണ്ടുപഠിക്കണം. സഹകരണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എല്ലാ വിഷയത്തിലും ഖൈറായ വിഷയത്തിലുള്ള സഹകരണം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നടത്തിയിട്ടുണ്ട്. ഒരിക്കൽ പോലും വെറുപ്പുളവാക്കുന്ന വാക്ക് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലും പരസ്പരം വസിയ്യത്ത് ചെയ്ത് പിരിയാനുള്ള തൗഫീഖ് അല്ലാഹു നൽകിയത്. മരണമാകുന്നതിന്റെ മുമ്പ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരുക്കം നടത്തുന്നത്, മരണത്തിലേക്കുള്ള ഒരുക്കം നടത്തുന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങിയ ശേഷമാണ്. മുത്തുനബി തങ്ങൾ വഫാത്തായ ശേഷം ഫാത്തിമ ബീവി ചിരിക്കാറില്ല. കാരണം നബി തങ്ങൾ അടുത്തേക്ക് പിടിച്ച് അണച്ചുകൂട്ടി പിടിച്ച് പറഞ്ഞത്, മോളെ, ബാപ്പ പോകുന്നത് കൊണ്ട് വിഷമം വേണ്ട, ബാപ്പാന്റെ അടുത്തേക്ക് ആദ്യം വരാനുള്ളത് മോളാണ്. 6 മാസമല്ലേ പിന്നെ ജീവിച്ചിട്ടുള്ളൂ. ആ 6 മാസവും പരലോക യാത്രക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ്. നല്ല പൊരുത്തം നിറഞ്ഞ വസിയ്യത്തുകൾ ചെയ്യാനും സന്തോഷം പറയാനും അല്ലാഹു ഇരുവർക്കും അവസരം കൊടുത്തത് സ്നേഹമസർണമായ ജീവിതം ഒന്നുകൊണ്ട് മാത്രമാണ്. രാവും പകലും അല്ലാഹുവിന്റെ മാർഗത്തിൽ രണ്ടുപേരും കഠിനാധ്വാനം ചെയ്തു. ആരാധനയുടെ വിഷയത്തിലും സഹകരണത്തിന്റെ വിഷയത്തിലും വല്ലാതെ സന്തോഷിച്ചു. ഒരടിമ സ്ത്രീയെ കിട്ടുന്നതിന് പകരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് പാതിരാത്രിയിൽ ദിക്ർ ചൊല്ലിക്കൊടുത്തപ്പോ ആ ദമ്പതികൾ ഒരിക്കലും ഞങ്ങൾക്ക് ദിക്ർ പോരാ, ബന്ദികളായി കിട്ടിയ അടിമയെ തന്നേ പറ്റൂ എന്ന് പറഞ്ഞോ? ഒരിക്കലും പറഞ്ഞില്ല. നിങ്ങളെ വിഷമം തീരാൻ ചെറുപ്പക്കാരിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ സുന്ദരവും സുരഭിലവുമായ ഏറ്റവും നല്ല സൗന്ദര്യമുള്ള കഫ്, ആ മുങ്കയിന്റെ പല ഭാഗത്തും വിണ്ടുകീറിയത്, അതേ പൊട്ടിപ്പിളർന്നതിന് ആശ്വാസം ലഭിക്കാൻ വീട്ടുജോലിയും പുറമെയുള്ള ജോലിയുമൊക്കെ സഹിക്കാൻ കഴിയാതെ ഭാരമേറി വന്നപ്പോ സഹനം കിട്ടാൻ, ഇബാദത്തിന് ആഫിയത്ത് കിട്ടാൻ ഒരു 100 ദിക്ർ പഠിപ്പിച്ചു കൊടുത്തപ്പോ ഭാര്യയും ഭർത്താവും രണ്ടുപേരും കബൂലാക്കി, രണ്ടുപേരും ഒരുമിച്ച് സ്വീകരിച്ചു, ഒരുമിച്ച് എല്ലാ രാത്രിയും ചൊല്ലി. മറ്റുള്ളവർക്ക് ദീനിയായ സഹകരണം കൊടുക്കുന്നതില് ആ ഭാര്യയും ഭർത്താവും ഒരുമിച്ചല്ലേ കൂടിയത്. നിങ്ങൾ നോക്ക്, ഇമാം ഖുർത്തുബി തങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം.
പട്ടിണി കിടക്കുന്ന സമയത്തും മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുത്ത് ജീവിച്ച മഹാന്മാരാണ് അവര്. അതേ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ചില കഥകളൊക്കെ കെട്ടിവിടാറുണ്ട്. ഇമാം ഖുർത്തുബി തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ പറയുന്നുണ്ട്, അതിനൊരു ആധാരവുമില്ല. ചിലരതിന് കുറെ പാട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഖുർത്തുബി ഇമാം തങ്ങൾ തഫ്സീറിൽ പറയുന്നുണ്ട്. അതൊരു മിസ്കീന് വന്നു, മിസ്കീൻ ഒരു പാട്ട് പാടി, അപ്പൊ തിരിച്ചു പാട്ട് പാടി അവർക്ക് ഭക്ഷണം കൊടുത്തു. അങ്ങനെയുള്ള പാട്ടുകളും മറ്റുമായിട്ട് പലതും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ശരിയല്ല. അതേ സമയത്ത് അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു യഹൂദിയിൽ നിന്ന് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ജോലിയെടുത്തിട്ട് കൊണ്ടുവന്ന ശൈവം അത് പൊടിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന നേരത്ത് ഒരേ ദിവസം തന്നെ മിസ്കീനും അനാഥയും തടവിൽ നിന്ന് പുറത്താക്കിയ ആളും മോചനം കിട്ടിയ ആളും വീട്ടിൽ വന്നപ്പോ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. നല്ല സ്നേഹം കൊടുത്ത് ജീവിക്കണം. സ്നേഹം കൊടുക്കുക, സ്നേഹം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഉപ്പമാരും ഉമ്മമാരും മനസ്സിലാക്കണം, ജീവിതാവസാനം വരെ പിരിയാത്ത സ്നേഹമാകണം. ചിലരെ സ്നേഹമൊക്കെ 60 ആകുമ്പോ പിരിയും. ചില വീട്ടിൽ ചെന്നാൽ തന്നെ അത് വേറെ അടയാളം കാണും. അത് വാപ്പാന്റെ റൂം, ഇത് ഉമ്മാന്റെ റൂം. ആരാ ഈ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു നമ്മളോട്? അല്ല, അങ്ങനൊന്നുണ്ട്. ഇസ്ലാമിൽ 50 ആകുമ്പോ മാറിക്കിടക്കണമെന്നുണ്ടോ? പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുവാക്കുകളാ വരുന്നത്. ജീവിതത്തിൽ വേർപിരിയാതെയാണ് കഴിയേണ്ടത്. എവിടെങ്കിലും കിതാബിൽ അങ്ങനെ മസാല പറഞ്ഞിട്ടുണ്ടോ? ഹൈലിന്റെ കാലത്ത് ഭാര്യയെ വേർപിരിഞ്ഞു കിടക്കണമെന്നില്ല. ഹൈലിന്റെ കാലത്ത് വേറെ കട്ടിൽ കിടക്കണമെന്നുണ്ടോ? ഇല്ല. അത്തരത്തിൽ അസ്പൃശ്യതകൾ ഇസ്ലാമിലില്ല. ഈ അടുത്തൊരു വാർത്ത വായിച്ചിട്ട് നമ്മളൊക്കെ നാണം കെട്ടില്ലേ? വിദ്യാർത്ഥിനികളുടെ അതേ അടിവസ്ത്രം വഹിച്ച് പരിശോധിച്ചു എന്നുള്ളത് നാണക്കേടായി പോയി. സഹോദരങ്ങളെ, അത് വായിക്കാൻ തന്നെ വിഷമമുണ്ട്. പിന്നെ സംഗതി നടക്കുന്നിടത്ത് എന്തൊരു ലജ്ജയുണ്ടാകും, എന്തൊരു വിഷമുണ്ടാകും. ഹൈലുകാരിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ നബി തങ്ങൾ ഒരുമിച്ചാണ് കട്ടിൽ കിടന്നത്. അതിന് ഇസ്ലാം അസ്പൃശ്യത കാണുന്നില്ല. ഒരിക്കൽ നബി തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇത്തികാഫ് ഇരിക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് വാതിൽക്കൽ ഇരുന്നിട്ട് മുടി വാരി തരാൻ വേണ്ടി പറഞ്ഞു. മുടിയൊന്ന് ചീകിത്തരാ, മുടി ചീകാൻ വേണ്ടി ചീർപ്പെടുത്തൊന്ന് വാരാൻ വേണ്ടി പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ ഹൈലുകാരിയാണ്. നബി തങ്ങൾ പറഞ്ഞു, ഹൈല് കയ്യിലൊന്നല്ലല്ലോ, ഹൈല് കയ്യിലല്ലല്ലോ, മുടി വാരുന്നതിന് എന്താ കുഴപ്പോ? തങ്ങൾ മടിയിലേക്ക് തല വെച്ചു കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ മുടി ചീകി കൊടുത്തു. അങ്ങനെ തൊടാൻ പാടില്ല, എടുക്കാൻ പാടില്ല, ഭക്ഷിക്കാൻ പാടില്ല, ടച്ച് പാടില്ല എന്നൊരു വിഷയം ഇസ്ലാമിലില്ല. പ്രായം കൂടുമ്പോൾ മാറിക്കിടക്കണമെന്നൊന്നും ഇസ്ലാമിലില്ല. ജീവിതാവസാനം വരെ സ്നേഹത്തോടെ കഴിയണം. നിങ്ങൾ നോക്ക്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ 63 വയസ്സാണ്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹക്ക് 18 വയസ്സാണ്. ആ മഹദിയുടെ മടിത്തട്ടിൽ കിടന്നിട്ടല്ലേ തങ്ങൾ വേർപിരിയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എനിക്ക് വലിയ സന്തോഷം, എന്റെ അടുത്തേക്ക് വരുന്ന അതേ ദിവസമാണല്ലോ തങ്ങൾ വഫാത്തായത്. എന്റെ വീട്ടിലാണല്ലോ വഫാത്തായത്. എന്റെ മടിയിൽ കിടന്നിട്ടാണല്ലോ വഫാത്തായത്. എന്റെ ഉമിനീരും അവിടുത്തെ ഉമിനീരുമാണല്ലോ അവസാനം സംഗമിച്ചത്. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നപ്പോ ആയിഷ ബീവിന്റെ സഹോദരനാണ്. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു കയ്യിൽ മിസ്വാക്ക് കണ്ടു. തങ്ങൾ ആ മിസ്വാക്കിലേക്ക് ഇങ്ങനെ നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചപ്പോ ഞാൻ പതുക്കെ ചോദിച്ചു, നബിയെ മിസ്വാക്ക് വേണോ? തലയാട്ടി മിസ്വാക്ക് വേണമെന്ന അർത്ഥത്തില് സഹോദരനിൽ നിന്ന് ഞാൻ ആ മിസ്വാക്ക് വാങ്ങി. അറാക്കല്ലേ അതിന്റെ ഒരു ഭാഗം എന്റെ നാവിൽ വെച്ച്, എന്റെ പല്ലിൽ വെച്ച് ഞാൻ അങ്ങ് ചവച്ചരച്ചു. എന്റെ ഉമിനീരതിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് അങ്ങ് തേച്ചു കൊടുത്തു. എന്റെ ഉമിനീരും അവിടുത്തെ ഉമിനീരും അവസാനം ഒരുമിച്ചുകൂടി. ഇതൊരു സ്നേഹത്തിന്റെ മാർഗമാണ്. ബാപ്പയും ഉമ്മയും കശവിശ പറയുമ്പോൾ പിറ്റേന്ന് മരിച്ചു പോകരുത്. അല്ലാഹ് നമ്മളെ കാക്കട്ടെ. ഇന്നലെ ബാപ്പയും ഉമ്മയും വല്ലാത്ത വക്കാണായിരുന്നു, അടിപിടിയായിരുന്നു. ഉമ്മ പുറത്തേക്ക് ഓടി, ബാപ്പ കത്തിയെടുത്തപ്പോ പിറ്റേന്നാണ് ബാപ്പേണ്ട ഒരേ കട്ടിൽ കിടക്കട്ടെ. 60 വയസ്സായ ബാപ്പയും ഉമ്മയും, പ്രായം 60 കഴിഞ്ഞിട്ടില്ലേ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂടെ ഒരുമിച്ചല്ലേ കഴിഞ്ഞത്. ഒരു രാത്രി പോലും വേർപിരിഞ്ഞ അവസ്ഥ മക്കയിൽ ഉണ്ടാകുമ്പോ ഇല്ലല്ലോ.
സ്നേഹം കൊടുത്തും തിരിച്ചു വാങ്ങിയും നല്ലോണം സഹകരിച്ച് ജീവിക്കണം. സ്നേഹവാക്കുകൾ പറഞ്ഞു ജീവിക്കണം. അപ്പുറത്തും ഇപ്പുറത്തുമുള്ള വെറുപ്പിന്റെ ഭാഗങ്ങൾ, വെറുപ്പിന്റെ ഏതെങ്കിലും ഭാഷകൾ അത് പൊറുക്കാനും മറക്കാനും കഴിയണം. അതുകൊണ്ട് ആ ഭാര്യ ഭർത്താക്കന്മാരെ ബന്ധത്തെ പറ്റി അള്ളാഹു പറഞ്ഞപ്പോ ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന, ഒരുപാട് വിശദീകരിച്ച ആയത്താണിത് മഹാന്മാർ. ഹുന്ന ലിബാസുൽ ലക്കും, ആ സഹോദരിമാര് പെണ്ണുങ്ങൾ അവർ നിങ്ങൾക്കുള്ള ഉടയാടകളാണ്. വഅൻതും ലിബാസുൽ ലഹുന്ന, നിങ്ങൾ അവർക്കുള്ള ഉടയാടകളുമാണ്. അവരുടെ സുരക്ഷിതത്വം നിങ്ങളെ കയ്യിലാണ്, നിങ്ങളെ സുരക്ഷിതത്വം അവരുടെ കയ്യിലാണ്. വസ്ത്രം ധരിക്കുമ്പോൾ കണ്ടില്ലേ, ഉള്ളിലുള്ള കരകളൊന്നും കാണുന്നില്ലല്ലോ. പോരായ്മകൾ മറച്ചുവെക്കാൻ ഇരുപേരും ശ്രമിക്കണം. ഭാര്യയുടെ പോരായ്മ ഭർത്താവ് പറയരുത്, ഭർത്താവിന്റെ പോരായ്മ ഭാര്യ പറയരുത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഭാര്യയുമായി ബന്ധം ചേർന്ന് കൂട്ടുകാർക്കിടയിൽ വന്നിട്ട് സല്ലാപത്തിന്റെ വിഷയങ്ങൾ പറയുന്നവൻ സമൂഹത്തിലെ ഏറ്റവും വൃത്തികെട്ടവനാണ്. അത് മൊബൈലിലൂടെ, ഫേസ്ബുക്കിലൂടെ, വാട്സാപ്പിലൂടെ പകരുന്നവന്റെ കാര്യം പിന്നെ പറയാനില്ല. എത്ര വൃത്തികേടാന്നറിയോ നിങ്ങൾ? ആളുകൾക്കൊക്കെ എങ്ങനെ കഥല്ലാതായി പോയത് എങ്ങനെ? ഭാര്യയും ഭർത്താവും തമ്മിൽ ഇണചേരുന്ന കഥകളൊക്കെ ഒപ്പിച്ചു പറയാൻ യാതൊരു ഹയാവും ഇല്ലാതായി പോയത് എങ്ങനെ സഹോദരങ്ങളെ? ഒരു സ്നേഹത്തിന്റെ അവസാനല്ലേ അത്? മറ്റുള്ളവരുടെ വീക്ക്നെസ്സുകൾ എങ്ങനെ പറയരുത്. ആ ബന്ധം അങ്ങനെയാണ്. അഥവാ ഒരു വാക്ക് ഏറെ പറഞ്ഞു സബൂർ ചെയ്യണം. ഭാര്യ പറഞ്ഞു ഒരു വാക്ക് ഏറെ പറഞ്ഞു സബൂർ ചെയ്യണം. ഭാര്യക്കൊന്ന് കലിതുള്ളി ക്ഷമ പാലിച്ച് ജീവിക്കണം. ആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നല്ല നിലയിൽ വർത്തിക്കണം. എങ്ങനെ നല്ല നിലയിൽ? ഭാര്യക്കൊന്ന് ഈറ്റായി, ഭാര്യക്ക് ഈറ്റാവുമ്പോ ഭർത്താവ് ഈറ്റാവുമ്പോൾ ഭർത്താവ് തണുക്കണം, ഭർത്താവിന് ഹീറ്റാവുമ്പോ ഭാര്യ തണുക്കണം. അങ്ങനെ വേണ്ടേ? രണ്ടാണ് സ്ട്രോങ് ഹീറ്റായാൽ പിന്നെ അവിടെ പരിധി വിട്ടു. അപ്പൊ പിന്നെ ഒരു വാക്കും കൂടി ഏറെ വന്നാൽ പിന്നെ ആ പരിധി ഊക്കേറിട്ട് എന്ത് പറയും? പിന്നെ മൂന്ന് ഞാൻ ചൊല്ലിപ്പോയിക്കൊന്നു, ഒന്നല്ല മൂന്നെണ്ണം. അതിന് കാത്തിരിക്കാണ് ഇബ്ലീസ്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്ത് വന്നിട്ട് ഇബ്ലീസ് പറഞ്ഞു, മൂസാ നബി, എനിക്ക് വലിയ സങ്കടമുണ്ട്, ഞാൻ സ്വർഗത്തു നിന്ന് പോകുന്നതുകൊണ്ട് വലിയ വിഷമമുണ്ട്. നിങ്ങളൊന്ന് അള്ളാഹിനോട് ശഫാഅത്ത് ചെയ്യണം, എന്റെ കാര്യത്തിൽ ഒന്ന് തോബ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യും. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഓ റെക്കമെൻഡ് ചെയ്യാലോ, നീ ഒന്ന് അനക്ക് തോബ കിട്ടിയാൽ ആൾക്കാരൊക്കെ രക്ഷപ്പെടൂലേ? മൂസാ നബി അലൈഹി സ്വലാം നിസ്കരിച്ചുകൊണ്ട് അള്ളാഹിനോട് ചോദിച്ചു, പഠിച്ചവനെ ഇബ്ലീസ് ഇങ്ങനെ വന്ന് പറയുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അള്ളാഹു പറഞ്ഞു, മൂസാ നബിയെ നിങ്ങൾ ഇബ്ലീസിനോടൊന്ന് പറയണം, ആദം നബി അലൈഹി സ്വലാമിന്റെ ഖബറിൽ പോയിട്ടൊരു സുജൂദ് ചെയ്യാൻ തൗബ സ്വീകരിച്ചു. ഞാൻ ഇബ്ലീസ് വന്ന് ചോദിച്ചു, മൂസാ നബിയെ നിങ്ങൾ ചോദിച്ചു അള്ളാഹിനോട്? ഞാൻ ചോദിച്ചു. എന്താ അള്ളാഹു പറഞ്ഞത്? നിങ്ങളോട് ആദം നബിന്റെ ഖബറിന്റെ അടുത്ത് പോയി സുജൂദ് ചെയ്യാൻ പറഞ്ഞു. ഹയാത്ത് കാലത്ത് തന്നെ സുജൂദ് ചെയ്യാത്ത ഞാൻ ഇപ്പൊ മരിച്ചിട്ടാ സുജൂദ് ചെയ്യാൻ നിൽക്കുന്നത്, എന്നെ അതിന് കിട്ടൂല. ബഹുമാനം പണ്ടേ സ്വീകരിക്കാത്തവന് ഇപ്പോഴും കിട്ടൂല. ബഹുമാനത്തിന്റെ ഏതെങ്കിലും ഒരു സ്റ്റേജ് വാപ്പയോടോ ഉമ്മയോടോ മറ്റോ കുറഞ്ഞു പോയിട്ടുണ്ടോ കരുതണം. പിന്നെയും ഒരു പക്ഷേ അത് ആവർത്തിച്ചു വന്നേക്കും. പിശാചതിന് കരുക്കൾ നീക്കും. നിന്റെ ഗുരുനാഥനോട് ഒരിക്കൽ നിനക്കൊരു ബഹുമാനക്കേട് തോന്നിയോ, വീണ്ടും അങ്ങനത്തെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ പിശാച് മുതിരും. നിന്റെ അവസാനം പാതാളത്തിലേക്ക് അവൻ തള്ളിക്കളയും. നല്ലോണം കരുതണം, ശ്രദ്ധിക്കണം. ആ ഒരു വാക്കല്ലേ പിന്നെയും ഇബ്ലീസ് പറഞ്ഞത്, ധിക്കാരത്തിന്റെ വിസമ്മതത്തിന്റെ വാക്ക്. പക്ഷെ ഇബ്ലീസ് ഒരു കാര്യം ചെയ്തു, മൂസാ നബി എന്റെ വിഷയത്തിൽ നിങ്ങൾ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഒരു 3 കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹിനോട് ചോദിച്ചല്ലോ, അങ്ങനെ ഒരു തോബ കിട്ടുമെന്നൊക്കെ ചോദിച്ചല്ലോ, അത് ചെറിയൊരു സഹായങ്ങൾ ചെയ്തല്ലോ, ഒരു 3 കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇബ്ലീസ് പറയാണ്, 3 ഘട്ടങ്ങളിൽ നിങ്ങൾ എന്നെ ഓർക്കണം. 3 ഘട്ടങ്ങളിൽ എന്നെ ഓർക്കണം, ഞാൻ അവിടെ പിരിമുറുക്കും. ഒന്നാമതായി നിങ്ങൾ എന്നെ ഓർക്കേണ്ടത് ഇൻദൽ ഗളബ്, ദേഷ്യം പിടിക്കുന്ന ഘട്ടത്തിലാണ്. ഒരു പക്ഷേ നിങ്ങൾ എന്നെ ഞാൻ അവിടെ പിരിമുറുക്കാനുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നണം, അല്ലെങ്കിൽ കുടുംബകാലിയായി പോകും. ഭാര്യ 3 തലാഖും ചൊല്ലി ഭാര്യന്റെ വീട്ടിൽ പോയി കൂടേണ്ടി വരും. മക്കൾ അനാഥരായി പോകും. നിങ്ങൾ വേറെ മക്കൾ
മക്കള് വേറെ, ഭാര്യ വേറെ. അതുകൊണ്ട് ദേഷ്യം പിടിക്കുമ്പോ എന്നെ ഓർക്കണം. ഞാൻ അവിടെ രക്തധമനികളിലൂടെ നടന്ന് ആ ദേഷ്യത്തിന് ഊക്കുകൂട്ടിയിട്ട് നിങ്ങളിൽ നിന്ന് എന്തെല്ലാം വരാൻ ചാൻസ് ഉണ്ടോ അതൊക്കെ പുറത്തേക്ക് പുറന്തള്ളാൻ ശ്രമം നടത്തും. അതുകൊണ്ട് നല്ലോണം കരുതണം. ദേഷ്യം മൂക്ക് കൂടുമ്പോ എന്നെ ഓർക്കണം. ഞാൻ അവിടെ ഉണ്ടെന്ന് നിങ്ങൾ നിങ്ങൾ ആലോചിക്കണം. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, യുദ്ധം തിങ്ങി വിട്ടുന്ന സമയത്ത്, കൊടുമ്പിരി കൊള്ളുന്ന നേരത്തെ എന്നെ ഓർക്കണം. ഞാൻ അവിടെ വന്നിട്ട് മക്കളെ ഓർമ്മപ്പെടുത്തി തരും, ഭാര്യയെ ഓർമ്മപ്പെടുത്തി തരും, സമ്പത്ത് ഓർമ്മപ്പെടുത്തി തരും. പിന്തിരിഞ്ഞോ പടപൊരുതൽ നടക്കുകയാണ്. മുന്നോട്ട് നിന്നാ തല പോകും കേട്ടോ. അടുത്ത കൊല്ലം ഈ കായ്ക്കാനിരിക്കുന്ന സ്വത്ത് കാണാൻ കഴിയൂല. ഇപ്പൊ നിന്റെ ഭാര്യ ഗർഭിണിയാണ്, ഗർഭത്തിലുള്ള കുട്ടിയെ കാണാനൊക്കൂല. വേഗം ഓടിക്കോ എന്ന് ഞാൻ പറയും. യുദ്ധസമയത്ത് എന്നെ ഓർക്കണം. പിന്തിരിപ്പൻ ശൈലിയിൽ ഞാൻ അവിടെ വരും. ചില മഹാന്മാർ പറഞ്ഞു, യുദ്ധം മാത്രല്ല, സാമൂഹ്യമായ ബാധ്യതകളൊക്കെ അങ്ങനെ തന്നെ. ജമാഅത്തിന് പോകുമ്പോഴൊക്കെ അങ്ങനല്ലേ? ജമാഅത്തിന് പോകുമ്പോഴൊക്കെ ഇബ്ലീസ് നന്നായി വരും. എന്തെങ്കിലുമൊക്കെ ഒരു സ്വീപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അവൻ വരും. എന്നിട്ട് അവൻ എന്തെങ്കിലുമൊക്കെ ഒരു ഫിത്തിന കളിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് അതാ അതിന്റെ കൂട്ടുകാരെ ഒന്നര വന്നത്, അവനോട് സംസാരിച്ചു, ഓനോട് പിന്നെ സംസാരിക്കാൻ വിളിക്കാമ തുറക്കാൻ അല്ല, ഓനോട് സംസാരിച്ചു, ഓനെ പിന്നെ കണ്ടില്ലെങ്കിൽ പെണ്ണ്. അന്നത്തോടുകൂടി അത് പോയി. നീ ഇന്നലെ അന്വേഷിച്ച് നടന്ന ആള് അതാ പീഡികത്തിന് ചോദിച്ചു കാര്യങ്ങൾ നിസ്കരിച്ചു ചോദിക്കാം. അല്ല ഇപ്പൊ തന്നെ ചോദിച്ചോ? മാത്തിന് നേരെ എത്ര ഇപ്പൊ തന്നെ ചോദിച്ചു. പിന്തിരിപ്പിക്കും. ഇങ്ങനെയുള്ള സാമൂഹ്യ ബാധകളൊക്കെ പിന്തിരിപ്പിക്കും. അതുകൊണ്ടാണ് ചിലര് 10 മണിക്ക് തന്നെ ജുമാക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെടും. പക്ഷെ ബാങ്ക് കൊടുക്കുന്ന 5 മിനിറ്റ് മുമ്പേ പള്ളിയിലെത്തുള്ളൂ. കാരണം അവരെ പെട്ടെന്ന് എത്തിക്കാൻ പാടില്ല എന്നുള്ള അവന്റെ ഒരു നിർദ്ദേശം. അത് വലിയ വിഷമാണ് തന്നെ. ഒരു പെട്ടെന്ന് അങ്ങനെ പള്ളിയിൽ പോയാൽ കാര്യം പോലെ പിടിച്ചാൽ കിട്ടൂല പിന്നെ. അതുകൊണ്ട് പതുക്കെ അവിടെ ഇവിടെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ്, കുറച്ച് പേപ്പറൊക്കെ വായിച്ച്, കുറച്ച് പറയാൻ പറ്റുന്നോ പറ്റാത്ത കുറച്ച് പറഞ്ഞ് പിന്നെ ലാസ്റ്റ് ഇനിയിപ്പോ നമ്മളെക്കാളും പ്രായം കുറഞ്ഞാലൊക്കെ പോകാൻ തുടങ്ങി, ഇനി പള്ളിക്ക് അങ്ങ് പോട്ടെ എന്ന് പറയും. പുരക്കാർ നല്ല സമാധാനത്തിലെ പഠിച്ചോനെ. വാപ്പാക്കോ കിട്ടുന്ന കൂലിക്ക് ഒരു കണക്കൂലേ. വാപ്പ 11 മണിക്ക് ഇവിടുന്ന് കുളിച്ച് ഡ്രസ്സ് മാറ്റി പോയിട്ടുണ്ട്. ഇതാരെങ്കിലും ഏതെങ്കിലും പെണ്ണുങ്ങൾ അങ്ങനെ പറഞ്ഞാൽ അത് കാണുന്ന ആണുങ്ങൾ പറയും, അപ്പാക്ക് കൊട്ടക്കണക്കിന് കൂലി കിട്ടും. ഇവിടുന്ന് 11 മണിക്ക് പോയിട്ട് 11:15 പള്ളിയിലൊന്നും എത്തിയില്ല. വാങ്ങ കൊടുക്കാൻ 5 മിനിറ്റ്. മൂപ്പര് എവിടെ ഇത്ര നേരം? മൂപ്പരതാ അവിടെ നഗരം സംസാരിക്കണം. മൂപ്പരങ്ങനെ എത്തിയിട്ടില്ല. എത്താതിരിക്കാൻ ഇവന്റെ ശ്രമമാണ്. അങ്ങനെ വേഗം പോകരുത്, പെട്ടെന്ന് പോകരുത്. അതുപോലെ തന്നെയാണ് ജനാസ കൊണ്ടുപോകുമ്പോഴും ജനാസയുടെ പിന്നാലെ പോകുമ്പോഴും ഇബ്ലീസ് പറയും, നിസ്കരിച്ചില്ലേ? നിസ്കരിക്കാൻ തന്നെ വന്നു എന്നുള്ളത്ര ഹൈറ. അതുകൊണ്ട് ഇനി വാക്കുകളിലൊന്നും കൂടണ്ട, വേഗം പൊയ്ക്കോ. ഇനി അടുത്ത ആള് മരിച്ചാൽ പിന്നെയും പള്ളിക്ക് വരണ്ടേ, വേഗം പൊയ്ക്കോ. ജനാസിന്റെ കൂടെ നീ പോയില്ലേ, ഒരു കാര്യം. നിസ്കരിക്കാനും കൂടിയില്ലേ, 2 കാര്യം. ഇനിയിപ്പോ ശ്രേഷ്ഠമായ 2 കാര്യങ്ങൾ കൂടി കിടക്കാനുണ്ട്. ആ മയ്യത്തിന്റെ തജീസിലൊന്ന് സംബന്ധിക്കുക, ആ മയ്യത്തിനെ പള്ളിയിൽ നിന്ന് അങ്ങോട്ട് അനുഗമിക്കുക, ബാക്കിയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുക. അപ്പൊ പൂർണ്ണമായിട്ട് നീ ചെയ്യരുത്. അതുകൊണ്ട് സഹിക്കൂല. അവിടൊക്കെ വിലങ്ങ് തടിയാകും. മൂന്നാമത് എന്നെ ഓർക്കേണ്ടത്, എന്നെ ഓർക്കണം. മഹറമല്ലാത്ത ഒരു പെണ്ണിന്റെ കൂടെ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോ എന്നെ ഓർക്കണം. നീയും ആ പെണ്ണുമായി വിവാഹ ബന്ധമില്ല, രക്തബന്ധമില്ല, തറവാട് ബന്ധമില്ല, അന്യ പെണ്ണാണ്, നിന്റെ ഭാര്യയല്ല കേട്ടോ, വേറെ പെണ്ണാണ്. ആ പെണ്ണുമായി നീ ഒരുമിക്കുമ്പോ ആ പെണ്ണിന്റെ ശരീരത്തിലേക്ക് നോക്കാൻ, ആ പെണ്ണിന്റെ സുന്ദരമായ വാചാലതയിലേക്ക് നോക്കാൻ, പിന്നെയും സംസാരിക്കാൻ, ഒന്ന് ശരീരം അടുക്കാൻ, ഒന്ന് കൂടെ നടക്കാൻ, ഒന്ന് കൂടെ പോകാൻ അവൻ വേദിയൊരുക്കി തരും. 3 ഘട്ടങ്ങളിലും എന്നെ ഓർക്കണം. ഓളബ് വരുമ്പോ പ്രത്യേകിച്ച് ഓർക്കണം. വിവാഹബന്ധം, സ്നേഹബന്ധം അതുകൊണ്ട് അറ്റുപോകരുത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹമസൃണമായ സ്വഭാവം പറഞ്ഞപ്പോ എപ്പോഴും ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, ഞങ്ങൾക്കൊക്കെ എത്ര സ്ട്രോങ് ആയാലും നബി തങ്ങൾക്ക് സ്ട്രോങ് കൂടൂല. ഞങ്ങൾക്കൊക്കെ എത്ര സ്ട്രോങ് കൂടിയാലും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു സ്ട്രോങ് കൂടൂല.
തങ്ങളെ തിരിച്ചുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും? സഫിയ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് നല്ലൊരു പലഹാരവുമായിട്ട് അടിമ വന്നു നബി തങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വീട്ടിലാണ്, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. അടിമ വന്നിട്ട് ദാ നബിയെ പലഹാരം. ഇതെവിടുന്ന? സഫിയ ബീവിന്റെ വീട്ടിൽ നിന്നാണ്. ഞാൻ അങ്ങോട്ട് ചെന്ന് അടിമന്റെ കൈക്ക് ഒരു തട്ടം കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ തട്ടിയപ്പോ പാത്രം താഴെ വീണു, പലഹാരങ്ങളൊക്കെ ചിന്നിച്ചിതറി പാത്രം പൊട്ടിയും ചെയ്തു. നമ്മളിങ്ങനെ ആലോചിച്ചാൽ നമ്മളിങ്ങനെ തിളക്കൂലേ? നമ്മളെ രക്തവും നമ്മളെ ഞരമ്പും നമ്മളെ രോമൊക്കെ തിളക്കും. എല്ലാ വിലയും നമ്മൾ പറയും, ഈ പെണ്ണിനെ കൊണ്ട് മനുഷ്യൻ കുടുങ്ങിയ അയലക്കത്തുള്ള ഒരു പെണ്ണ് ഒന്ന് കൊണ്ടുവരാൻ ഇങ്ങോട്ടായിരിക്കും, അതും തട്ടിത്തെറിപ്പിച്ചു. അടിമ അങ്ങനെ പരിഭ്രാന്തനായി നോക്കാൻ, പടച്ചോനെ എന്താ സംഭവിച്ചത്? ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നുണ്ട്. ഫതബസ്സമ, തങ്ങള് പുഞ്ചിരിച്ചു. അവിടെ ഈറ്റായപ്പോ തങ്ങൾ ചിരിച്ചു. ചിരിച്ചിട്ട് തങ്ങൾ പറഞ്ഞു, ഖറത്തുമ്മുക്കും, നിങ്ങളെ ഉമ്മാക്ക് കുറച്ച് ദേഷ്യം കൂടി പോയതാണ്, വിഷമം വേണ്ട. നിങ്ങളെ ഉമ്മാക്ക് കുറച്ച് ഈർഷ്യത കൂടി പോയതാണ്, വിഷമൊന്നും വേണ്ട. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ശറഫാക്കപ്പെട്ട കൈകളിൽ ചിന്നി ചിതറിയ പലഹാരങ്ങളുടെ കഷ്ണങ്ങൾ പെറുക്കിയെടുക്കുന്നു. തങ്ങൾ പുറത്തു കൊണ്ടുപോയി വേസ്റ്റിൽ അത് തള്ളുന്നു. പൊട്ടിപ്പോയ പാത്രങ്ങളുടെ അവശിഷ്ടങ്ങളും പെറുക്കിയെടുത്ത് തള്ളുന്നു. പുറത്തു കൊണ്ടുപോയി ഇടുമ്പോ തങ്ങൾ വിളിക്കുന്നു, ആയിഷ, പലഹാരം നമുക്കുള്ളതാണ്, പാത്രം വായ്പയാണ്. നല്ലൊരു പാത്രം എടുത്ത് പകരം കൊടുക്കൂ ആയിഷ. പാത്രം പൊട്ടിയാൽ പകരം പാത്രം കൊടുക്കണമല്ലോ, പലഹാരം മാത്രമല്ലേ നമുക്കുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, അവിടുന്ന് ദേഷ്യപ്പെട്ടില്ല, ദേഷ്യത്തിന്റെ മുഖങ്ങൾ കാണിച്ചില്ല, ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ഭാര്യമാര് ദേഷ്യപ്പെട്ട് വരുമ്പോൾ അവരെ ദേഷ്യം തണുപ്പിക്കണം, ഒതുക്കി നിർത്തണം. അതാണ് വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, നല്ല നിലയിൽ സ്നേഹത്തോടെ വർത്തിക്കണം. എപ്പോഴും പുരുഷന്മാര് നല്ല നിലയിൽ വർത്തിക്കണം, നല്ല ഇടപെടൽ നടത്തണം, നല്ല കാര്യങ്ങൾ ചെയ്യണം. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പാതിരാത്രിയിൽ വീട് വിട്ട് പുറത്തിറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തുപോയി. തങ്ങൾ എവിടേക്കാ പോയത് എന്ന് നോക്കാൻ വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹ പുറത്തിറങ്ങി പോയി. ആയിഷ ബീവി മറ്റു റൂമുകളിലൊക്കെ ഒന്ന് നോക്കിയിട്ട് നേരെ മുന്നോട്ട് തിരിഞ്ഞപ്പോ അവിടുന്ന് ജന്നത്തുൽ ബഖീൽ കൈയുയർത്തിയിട്ട് കരഞ്ഞു ദുആ ചെയ്യുകയാണ്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് ഓടിക്കയറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോ ആയിഷ ബീവി ഇങ്ങനെ കിതക്കുന്നുണ്ട്. എന്താ ആയിഷ, ഒരു കിതപ്പെന്താണ്? എന്താണ് ഒരു കിതപ്പ് ആയിഷ? ശ്വാസം വല്ലാതെ തിങ്ങി തള്ളുന്നുണ്ടല്ലോ. ഒന്നുമല്ല നബിയേ, നിങ്ങൾ പുറത്തിറങ്ങിയപ്പോ മറ്റു വീടുകളിലേക്ക് എങ്ങാനും എന്റെ രാത്രിയുടെ ഊഴം മാറിയിട്ട് അങ്ങോട്ട് പോയോ, അത് കരുതിയിട്ട് ഞാനൊന്ന് ഇറങ്ങിയതാണ്. ഓ ആയിഷ, അത്തഖാഫീന അൻ യഹീഫല്ലാഹു അലൈകി വറസൂലുഹു, അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും അതിക്രമം ചെയ്യുമെന്ന് പേടിക്കുന്നോ മോളെ? ഇല്ല നബിയേ, എനിക്കത് പേടിയില്ല. തങ്ങൾ ജന്നത്തുൽ ബഖീൽ ഇങ്ങനെ നിന്ന് ദ്വാർക്കുമ്പോ ഞാൻ എന്റെ മനസ്സുകൊണ്ട് വിചാരിച്ചു, ഞാൻ ഇപ്പോഴും ദുനിയാവിന്റെ ചിന്തയിലാണല്ലോ, എന്റെ ഭർത്താവ് ആഖിറത്തിന്റെ ചിന്തയിലാണല്ലോ, ജന്നത്തുൽ ബഖീൽ ദുആ ചെയ്യുകയാണല്ലോ, ഞാൻ ഇപ്പോഴും എന്റെ ശരീരത്തിന്റെ താല്പര്യത്തിലാണല്ലോ. ആയിഷ അങ്ങനെയൊന്നും ചെയ്യൂല, വിഷമിക്കേണ്ട, ബുദ്ധിമുട്ടേണ്ട. എപ്പോഴും സ്നേഹത്തിന്റെ ഭാഷ വേണം, എപ്പോഴും നന്മയുടെ സഹകരണം വേണം. ഏതെങ്കിലും ഭാഗത്ത് കുറവുകൾ ഉണ്ടെങ്കിൽ പരിഹരിച്ചു കൊടുക്കണം, കൂടെ നിന്ന് സഹായിച്ചു കൊടുക്കണം, ഒത്താശകൾ ചെയ്തു കൊടുക്കണം, ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം. സ്നേഹത്തിന് എന്തെല്ലാം കാരണമാകുന്നു അതൊക്കെ ഇരുവരിൽ നിന്നും ഉണ്ടാകണം. ഒരിക്കലും നമ്മൾ അടിമകളാക്കി വെക്കുന്ന ആടുകളാകരുത് നമ്മുടെ ഇണകൾ. നമ്മുടെ ഇണകൾ അല്ലാഹു നമ്മളെ ഏൽപ്പിച്ച അമാനത്തുകളാണ്,
സൂക്ഷിപ്പ് സ്വത്തുകളാണ്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, നിങ്ങളെ കൈവശം 10 പവൻ സ്വർണം ഒരാൾ ഏൽപ്പിച്ചാൽ, ഒരു 10 മാസം കഴിഞ്ഞിട്ട് ചോദിക്കുമെന്ന് പറഞ്ഞേൽപ്പിച്ചാൽ എത്ര സൂക്ഷ്മതയോടെ നിങ്ങളത് നോക്കും. ഇടക്കിടക്ക് നിങ്ങൾ എടുത്തു നോക്കൂലേ, ആ പെട്ടിക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? ഇത് പലരും തുറക്കുന്നതാണ്, ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? കാരണം സ്വന്തമല്ലല്ലോ, ആരാന്റെതല്ലേ? അള്ളാഹു അവന്റെ അമാനത്ത് ഏൽപ്പിച്ചതാണ്. നമ്മെ, നമ്മുടെ ഇണകൾ നല്ല നിലക്ക് പോറ്റി വളർത്താനാ, നല്ല സ്നേഹം കൊടുക്കാനാ, നല്ല സഹകരണം കൊടുക്കാനാ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പറഞ്ഞിട്ടുണ്ട്. അതേ, ഇസ്തൗസു ബിന്നിസാഇ ഖൈറാ, സ്ത്രീകളോട് നന്മ ഉപദേശിക്കണം. ഫഇന്നഹുന്ന ഖുലിഖന മിൻ ളിലഅ്, പുരുഷന്മാരെ പോലെയല്ല സ്ത്രീകളെ പടക്കപ്പെട്ടത് വാരിയെല്ലിൽ നിന്നാണ്. വാരിയെല്ലിൽ ഏറ്റവും വളഞ്ഞ എല്ലിൽ നിന്നാ പടക്കപ്പെട്ടത്. ആ സ്ത്രീകൾക്ക് വല്ല മനോവിഷമവും വരുമ്പോ അത് കത്തിക്കാതെ നിങ്ങളത് ആ വിഷമം മാറ്റാൻ നിങ്ങൾ തുനിയണം. അവർക്ക് എന്തെങ്കിലും മാനസിക പ്രതിസന്ധി വരുമ്പോ, രോഗഗ്രസ്തരായവർ കഴിയുമ്പോ വിഷമം നീക്കാൻ നിങ്ങൾ ശ്രമിക്കണം. നന്മ നിറഞ്ഞ വാക്ക് പറയണം. ഒരിക്കലും കറവീഴുന്നൊരു വാക്ക് പറയരുത്. അള്ളാഹു തന്ന അമാനത്താണ്, അതിന് കേടുപാട് സംഭവിച്ചുകൂടാ. നമ്മളെ സ്വഭാവക്കേട് കൊണ്ട് മോശമായി കൂടാ. നമ്മൾ സ്വഭാവം പോരാത്തവരാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഭാര്യമാര് ചിന്തിക്കുകയാണ്, പടച്ചോനെ എത്ര കാലം ഞാൻ ഇതിന്റെ കൂടെ ക്ഷമിച്ച് സഹിച്ചെങ്ങനെ കഴിയണം. എന്നും വീട്ടിലേക്ക് വരും, വിഴുപ്പലക്കുന്ന വാക്കുകൾ മാത്രം പറയും, കേറിക്കടന്നിട്ട് ആവശ്യങ്ങൾ പൂർത്തീകരിക്കും. അങ്ങനെ രാവിലെ അങ്ങ് പോകും. പിന്നെ ഉച്ചക്കെങ്ങാനും വന്നാല് ഭീതിയാണ്, എന്തെങ്കിലും പറഞ്ഞേക്കുമോ എന്നുള്ള പേടിയാണ്. എന്തെങ്കിലും ആവശ്യങ്ങൾ പറഞ്ഞാൽ ഒരു കുരച്ച് ചാട്ടമാണ്. രണ്ടാമത്തെ ഒന്ന് പറയാൻ കഴിയൂല. എനിക്കിങ്ങനെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാല് 10 കൊല്ലം പറയണം ഒരാവശ്യം സാധിച്ചു കിട്ടണമെങ്കിൽ. നഊദു ബില്ലാഹ്. നിങ്ങൾ നോക്ക്, ഭാര്യമാരെ ആക്ഷേപിക്കുന്നവരുണ്ട്. അവർ ചില്ലറ ഭക്ഷണം കഴിച്ചു കൂടുന്നവരാണ്. മറ്റുള്ളവരോ പുറത്തു പോയിട്ട് ആവശ്യമുള്ള സുഭിക്ഷമായ ഭക്ഷണം കഴിക്കും. പുതിയ ബോർഡിൽ എന്ത് ഇറങ്ങിയിട്ടുണ്ടോ ആ ബോർഡിന്റെ കീഴിലുള്ളതൊക്കെ കഴിക്കും. മദ്ഹൂത്തിയും മദ്ഫൂനിയും അല്ലാത്ത ഫൂനിയും ഒക്കെ കഴിക്കും. എന്നിട്ട് എപ്പോഴും ഈ പെണ്ണിനോട് പറയാൻ ഒരു ആരോഗ്യമില്ലല്ലോ, ഒരു കൂവത്തുല്ലല്ലോ, എന്താ നീ ഇങ്ങനെ? എന്നാ കഴിക്കുന്ന കുറച്ചും ഇങ്ങോട്ടും കൊണ്ടുകൊടുത്തോടെ. അപ്പൊ ഒരു ദിവസം ഭാര്യ പറയാണ്, എന്നാ നമുക്ക് ഇന്ന് നാട്ടിറച്ചി ആയാലോ? കാട്ടിറച്ചി എത്ര വില എന്ന് പറയുന്നത്? അവിടെ അത് പറയരുത്, ഒരിക്കലും അത് പറയരുത്. ഇത് ചീപ്പാ. ഈ സംഗതി നിങ്ങളെ കയ്യിലില്ലെങ്കിലും അപ്പുറത്തുനിന്ന് എവിടെന്നെങ്കിലും കടം വാങ്ങിയിട്ട് വാങ്ങിക്കൊടുക്കണം. അലി റളിയല്ലാഹുവിന് വലീമത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോ തന്റെ പടയങ്കി യഹൂദിന്റെ അടുത്ത് കൊണ്ടുപോയി പണയം വെച്ചിട്ടാണ് അലി റളിയല്ലാഹുവിന് കാശ് വാങ്ങിയത് എന്ന് ചരിത്രത്തിൽ കാണാം. കാരണം ലോകത്തുള്ള ഏറ്റവും വലിയ മഹതിയായ ബീവി ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹുവിനക്ക് വേണ്ടിയിട്ടാണ് ഈ വിവാഹ സദ്യ ഒരുക്കുന്നത്. കുറവായിക്കൂടാ, ഇത് കുറഞ്ഞുകൂടാ. ഒന്നും ഇല്ലെങ്കിൽ സംഗതി ഒക്കെ ഒന്ന് ഒപ്പിക്കണ്ടേ? അപ്പൊ എന്നൂല്ല, എന്നോ ഒരു ദിവസം പറഞ്ഞാണ്, എന്നോ പോയി ബീഫ് കൂട്ടി ഇങ്ങനെ മട്ടന്നൊന്ന് മട്ടൻ ആയിക്കോട്ടെ. മട്ടന് കഴിഞ്ഞ ആഴ്ച 100 രൂപയും കൂടി കൂടിയിട്ടുണ്ട്, 600 ആയി. അതുകൊണ്ട് എന്നോട് അത് പറയണ്ടെന്ന് പറയരുത്. എവിടെന്നെങ്കിലൊക്കെ ഒന്ന് സഹകരിച്ച് അൽഹംദുലില്ലാ ഒരു സന്തോഷിക്കാം. ആ ഭാര്യയും മക്കളും ഭക്ഷണം കഴിച്ചിട്ടുള്ള സന്തോഷം നമ്മുടെ സന്തോഷത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാകണം. നമ്മളെ കൊണ്ടുപോയി കൊടുത്തതിൽ അവരാ ഭക്ഷിക്കുന്നതിൽ നമ്മൾ പൂർണ്ണ തൃപ്തിയിലാകണം. അതിന്റെ കണക്ക് പറയരുത്, അതിന്റെ വിഷമങ്ങൾ പറയരുത്. കണക്ക് ഒരു ഭാഗത്ത് മാത്രല്ല, ഇപ്പുറത്ത് കണക്ക് വരും. അപ്പൊ നമ്മൾ കുടുങ്ങി പോകും. സഹകരണ മനോഭാവത്തോടെ പോകണം. കുറ്റം വരാം, കുറവ് വരാം, മാസൂമീങ്ങളല്ലല്ലോ. പലതും കണ്ണടക്കേണ്ടതുണ്ട്, കണ്ണ് ചിമ്മേണ്ടതുണ്ട്, സഹകരണത്തോടെ പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണല്ലോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യഫറഖു മുഅ്മിനുൻ മുഅ്മിനാ ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ.
ഒരു ഭർത്താവും ഭാര്യയെ വെറുക്കരുത്. ഒരു സ്വഭാവം നിങ്ങൾക്ക് വെറുപ്പായി തോന്നുന്നെങ്കിൽ വേറെ ഒന്നിലെ 100% ആള് മുന്നിലാണ്. പറയാതെ തന്നെ ചെയ്യുന്നവളാണ്, നല്ല തൃപ്തി നൽകുന്നവളാണ്. ആ ഒരു നല്ല സ്വഭാവം കണ്ടിട്ട് സഹകരണത്തോടെ മുന്നോട്ട് നീങ്ങണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ നല്ല ഈർഷ്യതയുള്ള ഭാര്യയല്ലേ ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ തന്നെ നബി തങ്ങളോട് പറഞ്ഞു, നബിയേ ഇന്നിംറഅത്തുൻ ഗൈറാ, ഞാൻ നല്ല ദേഷ്യമുള്ള പെണ്ണാണ് നബിയേ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കുന്നതിൽ വിഷമം തോന്നും. നബി തങ്ങൾ പറഞ്ഞു, ആ ചൂടങ്ങ് നീങ്ങാ ഞാനങ്ങ് ദ്വാരുന്നാ പോരെ, നിങ്ങൾ ആ ഊക്കേറിയ ദേഷ്യം ഒന്ന് നീങ്ങാ ഞാൻ അള്ളാഹിനോട് ദ്വാരുന്നാ പോരെ, എന്നാ പിന്നെ പ്രശ്നമില്ലല്ലോ. എനിക്ക് ചെറിയ മക്കളുണ്ട് നബിയേ, ആ മക്കൾ നമ്മുടെ സ്വന്തം മക്കളല്ലേ, നമുക്കങ്ങ് വളർത്തിയാൽ പോരെ. ഇന്നത്തെ ആളുകൾ പലരും പറയുന്നത് പോലെ നമുക്ക് ഒരുമിച്ച് കഴിയാൻ ഈ കുട്ടി തടസ്സമാണ്, അതിനങ്ങ് കൊന്നോ എന്ന ഭാഷയല്ല, ഏതെങ്കിലും യതീഖാനകളിൽ ചേർത്തോ എന്ന ഭാഷയല്ല. നമ്മുടെ മക്കളാണ്, നമ്മൾ ഒരുമിച്ച് നോക്കേണ്ടവരാണ്. അബൂ സലമ റളിയല്ലാഹു അൻഹു ഉമ്മു സലമ ഉണ്ടായ കുട്ടികളാണ്, ഒരുമിച്ച് ആ കുട്ടികളെ പരിപാലിക്കുന്നു. ബാപ്പയും ഉമ്മയും സ്നേഹോഷ്മളമായ ജീവിതം നടത്തണം. എന്തെങ്കിലും പോരായ്മകൾ വന്നാൽ പരിഹരിച്ചു കൊടുക്കണം. മരുമക്കളെ ജീവിതത്തിൽ എവിടെങ്കിലും മല്ലലും മലട്ടലും ഉണ്ടെങ്കിൽ പരിഹരിച്ചു കൊടുക്കണം. തീരെ അവരെ വിഷയങ്ങൾ ശ്രദ്ധിക്കാതിരിക്കരുത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നപ്പോ ഫാത്തിമ ബീവിയോട് ചോദിച്ചു, എവിടെ ഭർത്താവ് എന്ന് ചോദിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഭർത്താവ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാനും കുറച്ച് പറഞ്ഞു, ചൂടായപ്പോ അങ്ങ് പോയി. എവിടേക്കാ പോയത്? പള്ളി പോയതാണ്. നമ്മൾ ചൂടായാലും പള്ളിയിലെത്തില്ലല്ലോ, പള്ളിയിലെ പോയത് എന്നാ കുറച്ച് ആശ്വാസം കിട്ടും. ചൂടായാലും പിന്നെ ഹൈറായ മാർഗങ്ങളോട് ബന്ധപ്പെടുമ്പോ കുറച്ചൊക്കെ തണുപ്പ് കിട്ടും, ആശ്വാസം കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി നോക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു കിടന്നിട്ട് കാലിന്റെ ഭാഗത്തുനിന്ന് തുണിയൊക്കെ നീങ്ങിപ്പോയിട്ടുണ്ട്, മുട്ടിന്റെ തായ് ഭാഗത്ത് തുണിയൊക്കെ നീങ്ങിയിട്ട് കാല് മണ്ണിലെത്തിയിട്ടുണ്ട്, മണ്ണിലായി പോയിട്ടുണ്ട് കിടക്കണൊക്കെ. വിരിച്ച് കിടന്ന പക്ഷെ കറുത്ത അങ്ങോട്ട് നീങ്ങിപ്പോയി. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിങ്ങനെ തട്ടി വിളിച്ചു, യാ അബാ തുറാബ്, ഓ മണ്ണിൽ ചേർന്ന് കിടക്കുന്ന മനുഷ്യ. അലി റളിയല്ലാഹു അൻഹു പിന്നീട് എനിക്ക് സ്വന്തം പേര് വിളിക്കുന്നതിനേക്കാളും ആരും അബൂ തുറാബ് എന്ന് വിളിക്കലാണ് എനിക്ക് ഇഷ്ടം. കാരണം ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി വന്നപ്പോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച ആ പേര്, ആ വിളിയോടുകൂടെ ഒക്കെ തീർന്നു, വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ തീർന്നു. നല്ല സന്തോഷല്ലേ, നല്ല സ്നേഹമുള്ള ജീവിതം, ഒരിക്കലും വേർപിരിയാത്ത സ്നേഹം. അതുകൊണ്ടാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവസാനം പറഞ്ഞത്, നിങ്ങൾ ഇനി ഒരു കല്യാണം നിങ്ങൾക്ക് വേണ്ടി വരും, കാരണം നേരത്തെയാണല്ലോ എന്റെ പോക്ക്, അതുകൊണ്ട് നിങ്ങൾ ഉമാമത്തിനെ കല്യാണം കഴിക്കണേ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരിയുടെ മകളാണത്. അലി റളിയല്ലാഹു അൻഹു ഭാര്യ പറഞ്ഞ അതേ വസിയത്താ നടപ്പിലാക്കിയത്, കാരണം എന്നെ പൊന്നുപോലെ സ്നേഹിച്ച ഭാര്യയാണ് ഫാത്തിമ. നിങ്ങൾ ലോകത്തിന്റെ നേതാവിന്റെ മകളാണ്, സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗീയ സ്ത്രീകളുടെ നേതാവാണ്. നിങ്ങളോടുകൂടെ ഹ്രസ്വകാല ജീവിതത്തിൽ ജീവിക്കുമ്പോ പോരായ്മകൾ ധാരാളം സംഭവിച്ചിട്ടുണ്ടാകും, വിഷമങ്ങളൊക്കെ നടന്നിട്ടുണ്ടാകും. നാളെ ആഖിറത്തിൽ ബാപ്പാന്റെ മുന്നിൽ വെച്ച്, അമ്പിയാക്കളുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വെച്ച് എന്നെ വഷളാക്കരുതേ, എന്നെ കുറ്റപ്പെടുത്തരുതേ, നിങ്ങൾ എനിക്ക് ശഫാഅത്ത് ചെയ്യണേ, നിങ്ങൾ പൊരുത്തപ്പെടണേ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ, നിങ്ങൾ ഇൽമിന്റെ വലിയ ബഹ്റാണ് അലി, നിങ്ങളോടുകൂടെ ജീവിക്കാൻ പറ്റിയ പെണ്ണല്ല ഞാന്, പക്ഷേ നമ്മുടെ വിവാഹ ബന്ധത്തിൽ വല്ലതും സംഭവിച്ചെങ്കിൽ നിങ്ങൾ എനിക്ക് മാപ്പാക്കണേ. എന്തൊരു സന്തോഷത്തോടെയാണ് അവരെ വേർപാട്. കാരണം ജീവിതകാലത്ത് അങ്ങനെയാണ്, സ്നേഹം നൽകിയതും സ്നേഹം കൊടുത്തതും തമാശ പറഞ്ഞതും തമാശക്ക് പ്രതികരിച്ചതും എല്ലാം സ്നേഹം
സ്നേഹഭാഷയിലാണ്. ഖൈറായ മേഖലകളിലൊക്കെ നല്ല സഹകരണം വേണം. അതേ ഉമ്മമാരോടൊരു കാര്യം പറയട്ടെ, നല്ല തൃപ്തിക്ക് വേണ്ടി, നല്ല സന്തോഷത്തിന് വേണ്ടി നല്ല അനുസരണങ്ങൾ വേണം. നല്ല സ്വബർ നിങ്ങളെ ഭാഗത്തുനിന്ന് വേണം. ഭർത്താവിനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കണം. ദീനിന് ഖിദ്മത്തെടുക്കുന്ന ഭർത്താവിനെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ട് സമ്പത്ത് മുഴുവനും കൊടുത്ത പെണ്ണിന് സ്വർഗമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ? സ്വർഗത്തിന്റെ അവകാശികൾ 4 എണ്ണം എണ്ണി ഒരു ഹദീസിൽ കാണാം. ഇംറഅത്തുൻ വഹബത്ത് സ്വദാഖഹാ ലിഅജലില്ലാഹ്. അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അള്ളാഹിന്റെ മാർഗത്തിൽ ദീൻ നടത്തുന്ന ഭർത്താവിന് വിവാഹമൂല്യമാകുന്ന മഹ്റങ്ങ് ദാനം ചെയ്ത പെണ്ണ്, വസൗജുഹാ അൻഹാ റാദ്, ഭർത്താവ് പൊരുത്തം നൽകിയ പെണ്ണാണ്. ആ പെണ്ണ് സ്വർഗത്തിലാണ്. നല്ല അനുസരണം വേണം. അനുസരണം പൊരുത്തത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. മുൻഗാമികളെ അനുസരിച്ചതുപോലെ നന്നായി അനുസരിക്കാൻ കഴിയണം. കണ്ടില്ലേ നിങ്ങൾ സൗദ ബീവി റളിയല്ലാഹു അൻഹ അനുസരിച്ചത്? സൗദ ബീവി റളിയല്ലാഹു അൻഹ നബിതങ്ങളോടൊപ്പം ഹജ്ജിന് പോയതാണ്, ഉംറക്ക് പോയതാണ്. രണ്ടാമതൊരു ഹജ്ജിന് പോയിട്ടില്ല, രണ്ടാമതൊരു ഉംറക്ക് പോയിട്ടില്ല. ആളുകൾ വന്ന് ചോദിച്ചു, അല്ല സൗദ ബീവി നിറഞ്ഞ ഇബാദത്തുള്ള മഹദിയാണ്. കാനത്ത് ഖവ്വാമതൻ ബില്ലൈലി സവ്വാമതൻ ബിന്നഹാർ. രാത്രി കുറെ നേരം നിസ്കാരം നടത്തുന്ന, പകലിൽ കുറെ നോമ്പ് നോൽക്കുന്ന, സുന്നത്ത് നോമ്പ് നോൽക്കുന്ന മഹദിയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ രണ്ടാമത്തെ ഭാര്യയാകാൻ തൗഫീഖ് ലഭിച്ച മഹദിയല്ലേ ആ സൗദ ബീവി റളിയല്ലാഹു അൻഹ. ആളുകൾ വന്ന് ചോദിക്കുന്നു, എന്തേ നിങ്ങൾ ഹജ്ജിന് വർഷം വർഷം പോകാത്തത്, ഉംറക്ക് വർഷം വർഷം പോകാത്തത്? നിങ്ങളുടെ മറ്റു സഹോദരിമാരൊക്കെ പോകുന്നുണ്ടല്ലോ, നബിതങ്ങളെ മറ്റു ഭാര്യമാരൊക്കെ പോകുന്നത് പോലെ പോകാത്തത് എന്താണ്? ആ സമയത്ത് മഹദി പറയുന്നത്, അമറനില്ലാഹു അൻ അഖിറ ഫീ ബൈതി, എന്റെ വീട്ടിൽ ഒതുങ്ങിക്കൂടാൻ അല്ലാഹ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തു പോകാനില്ല. അവിടുത്തെ ജനാസയല്ലാതെ പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. അനുസരണത്തിൽ കുറവ് വരരുത്. അനുസരണം കുറവ് വന്നാൽ തൃപ്തിക്കേട് മാത്രമല്ല, ചെലവ് പോലും കൊടുക്കേണ്ടതില്ലാത്ത അവസ്ഥ വരൂലേ? അനുസരണക്കേടിനെ പറ്റിയല്ലേ നുഷൂസ് എന്ന് ഫിഖ്ഹിൽ പറഞ്ഞത്. പിണക്കം എന്ന് പറഞ്ഞത് സംസാരിക്കാതിരിക്കുക എന്നതല്ല. പിണക്കത്തിന് കുറെ വിഷയങ്ങൾ പറഞ്ഞെടുത്ത് ഭർത്താവിന്റെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുക. ഭർത്താവിന്റെ തൃപ്തി പുറപ്പെടാതിരിക്കലാണെങ്കിൽ ക്ഷമിച്ച് സഹിച്ച് കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ മുകളിൽ താമസിക്കുന്ന ഭാര്യയോട് താഴെ താമസിക്കുന്നു ബാപ്പയും ഉമ്മയും, ആരുടെ ബാപ്പ ആരുടെ ഉമ്മ? ഈ ഭാര്യയുടെ ഉമ്മയും ബാപ്പയും താഴെയുണ്ട്. മുകളിലെ തട്ടിൽ താമസിക്കുന്നു മരുമകനും മകളും. ആ ഭാര്യയോട് ഭർത്താവ് ജോലിക്ക് പോകുമ്പോ പറഞ്ഞു, അല്ലാ തൻസലി മിനൽ ഉലുവി ഇലസ്സുഫിലി, മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങരുത്, ഞാൻ വരും വരെ താഴോട്ട് ഇറങ്ങരുത്. സ്വന്തം ബാപ്പ രോഗബാധിതനായി, ഖിദ്മത്തെടുക്കാൻ പലരും ഉണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള കാലമാണ്. ഈ പെണ്ണൊരാളെ പറഞ്ഞയച്ചു, ഭർത്താവ് പോകുമ്പോ മേലെന്ന് താഴോട്ട് ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനും എന്റെ ഭർത്താവും ബാപ്പയുമായിട്ടൊരു പണക്കവുമില്ല, ഇങ്ങനൊരു നിർദ്ദേശം എനിക്ക് തന്നിട്ടുണ്ട്. ഇന്നത്തെ പോലെ ബന്ധപ്പെടാനുള്ള സൗകര്യമൊന്നുമില്ലല്ലോ, ജോലിക്ക് പോയതല്ലേ, കുറെ ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. പക്ഷേ ഉപ്പ രോഗബാധിതനായിട്ടുണ്ടൊന്ന് കാണാൻ ഇറങ്ങട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി, നിന്റെ ഭർത്താവിന് നീ അനുസരിച്ചോ. ബാപ്പാനോട് വെറുപ്പുണ്ടായിട്ടല്ല, ഉമ്മാനോട് വെറുപ്പുണ്ടായിട്ടല്ല, അവരെ നോക്കരുത് എന്ന് കൽപ്പിക്കാനുമല്ല, നന്നായി ഭർത്താവിനെ അനുസരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ എത്ര ക്ഷമ വേണം, എത്ര ക്ഷമയിൽ അനുസരിക്കണം. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ബാപ്പ മരണപ്പെട്ടു. ബാപ്പാന്റെ മുഖത്തേക്ക് അവസാനത്തൊരു നോക്കാൻ ആർക്കാണ് താല്പര്യമില്ലാതിരിക്കുക? രണ്ടാമതും ആ സഹോദരി പറഞ്ഞയച്ചു ആളെ. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി പഴയത് തന്നെയാണ്, ഒരു ക്രൂരത
ക്രൂരതയാണെന്ന് ചിന്തിക്കരുത്. അനുസരണത്തിന്റെ പാരമ്യതയാണ് ഈ പറയുന്നത്. നല്ല സ്വബറോട് അനുസരിക്കാൻ കഴിയണം. ഭർത്താവിനെ അനുസരിച്ചോ സന്തോഷമുണ്ട്. ആ ബാപ്പയെ കൊണ്ടുപോയി മറവ് ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നാലിന്ന സ്ഥലത്ത് വീടിന്റെ മുകളിൽ താമസിക്കുന്ന ഒരു സഹോദരിയുണ്ട്. ഭർത്താവിന്റെ വാക്ക് അക്ഷരം പ്രതി സ്വീകരിച്ച് തന്റെ ബാപ്പയെ ഒരു നോക്കുപോലും കാണാൻ മുകളിൽ നിന്ന് തായോട്ടിറങ്ങാതെ ഇറങ്ങരുത് എന്ന് ഭർത്താവ് നിർദ്ദേശിച്ചത് ഇവർ തമ്മിൽ കംപ്ലൈന്റ് ഉണ്ടായിട്ടല്ല, വിഷമുണ്ടായിട്ടല്ല, ഒരു നിർദ്ദേശം അങ്ങനെ വെച്ചതാണ്. അത് പാലിക്കാൻ അത്രയും ക്ഷമിച്ചതുകൊണ്ട് ആ പെണ്ണിനോട് പോയിട്ടൊരു സന്തോഷം പറയണം. എന്താണത്? അന്നല്ലാഹ ഗഫറ ലി അബീഹാ. ഇവിടെ നമ്മൾ മറവ് ചെയ്ത ബാപ്പയില്ലേ, ബാപ്പക്ക് അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. ബിത്വാഅതിഹാ ലിസൗജിഹാ. സ്വന്തം ഭർത്താവിനെ ആ പെണ്ണ് അനുസരിച്ചത് കൊണ്ട് ഈ ബാപ്പക്ക് ഖബറിൽ സന്തോഷം കിട്ടി. ഇതൊന്ന് പോയി പറഞ്ഞു കൊടുക്കണേ. ആ ഒരു പൊരുത്തം ഉമ്മമാരെ സ്നേഹം നൽകിയിട്ട് വാങ്ങണം, സഹകരണം നൽകിയിട്ട് വാങ്ങണം. വിഷമങ്ങളൊക്കെ മറക്കണം. എപ്പോഴെങ്കിലും കുത്തുവാക്കുകളോ മറ്റോ വന്നെങ്കിൽ അത് കാലകാലത്തേക്ക് മനസ്സിൽ സൂക്ഷിക്കാതെ വിട്ടേക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഒറ്റ വാക്കുകൊണ്ട് അവസാനിപ്പിക്കട്ടെ, സമയം പരിമിതമാണ്. നല്ല കാര്യങ്ങൾക്ക് നല്ല ശുക്ർ പറയണം. നല്ല കാര്യങ്ങൾ നിർവഹിച്ചു തന്നാൽ നന്ദി പറയണം. എന്തിനും കുറ്റം കുറവാകരുത്. ഏത് ഭക്ഷണത്തിനും കുറ്റം കുറവും, ഏത് കാര്യം. അപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു ഖൈറ് ഭാര്യയിൽ നിന്ന് കിട്ടിയാൽ അൽഹംദുലില്ലാഹ് സന്തോഷം പറഞ്ഞു. ഹംദു സ്വലാത്തല്ലേ നീണ്ട ദുആ ദർക്കണ്ട. ജസാക്കല്ലാഹു ഖൈറാ തഖബ്ബലല്ലാഹു മിൻക. അല്ലാഹ് നിനക്ക് ഖൈർ തരട്ടെ, സന്തോഷം തരട്ടെ, നല്ല റാഹത്തായിട്ടെന്ന് പറഞ്ഞാൽ അതുപോലെ സോപ്പിടാനോ ഇനിയോ അങ്ങനെ കിട്ടാനോ ഉള്ളതല്ല, മനസ്സറിഞ്ഞിട്ടൊരു സന്തോഷത്തിന്റെ ദുആ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്കൊക്കെ അങ്ങനെ നല്ല സന്തോഷം കൊടുത്തിട്ടുണ്ട്. നല്ല സന്തോഷം കൊടുക്കുക. തിരിച്ചിങ്ങോട്ടും നന്മ കിട്ടിയാൽ ഭാര്യമാര് നല്ല സന്തോഷം പറയാ. സന്തോഷത്തിന്റെ ഖൈറിന് വേണ്ടി ദുആഇക്കുക. അല്ലാഹു നമ്മുടെ സദസ്സ് ഖബൂലാക്കി തരട്ടെ. അല്ലാഹു തആല നമ്മൾ ഒരുമിച്ച് കൂടിയതും പറഞ്ഞതും കേട്ടതൊക്കെ അവന്റെ പൊരുത്തത്തിലായി സ്വീകരിക്കുമാറാകട്ടെ.